ചെയ്യുന്നത്. എൻ്റെ പി എച്ച് ഡിയുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാക്സോണമി ആൻഡ് എക്കോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈക്കൻസ് ഓഫ് ഇരവുള്ള നാഷണൽ ആണ് പി എച്ച് ഡിയുടെ ടോപ്പിക്ക്. പിന്നെ സാറിന് എൻ്റെ മേജർ ഫണ്ടഡ് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ഉണ്ട്. ആ പ്രോജക്റ്റിൽ ഞാൻ ജൂനിയർ റിസർച്ച് ഫെലോയായിട്ട് വർക്ക് ചെയ്യുന്നത്. അത് ബേസിക്കലി കേരളത്തിലുള്ള അസ്മിയെ കുറിച്ചാണ് ആ പ്രോജക്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. സോ അതാണ് മെയിനായിട്ട് എന്നെ കുറിച്ച് പറയാനുള്ളത്. ഇന്ന് ഞാൻ മെയിനായിട്ട് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിംബയോസിസ് ഇൻ ആക്ഷൻ, ദ സ്റ്റോറി ഓഫ് ലൈക്കൻസ്. സോ എന്താണ് സിംബയോസിസ്? നമ്മൾ സിംബയോസിസ് എന്താണെന്ന് പഠിച്ചിട്ടുള്ളത് ഇന്ററാക്റ്റീവ് സെഷൻ ആവാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഫസ്റ്റ് എന്താണ് സിംബയോസിസ്? സിംബയോസിസ് എന്ന് പറഞ്ഞാൽ symbiotic association between fungi and ചെറിയൊരു ടോപ്പിക്കായിട്ട് ടെക്സ്റ്റ് ഉണ്ടായിരുന്നതാണ് എനിക്ക് തോന്നുന്നത്. ലൈക്കൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി കോമ്പോസിറ്റ് ഓർഗാനിസം ആണ്. അത് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് കൂടി ചേർന്നിട്ട് ഉള്ള ഒരു അസോസിയേഷനിൽ ഫോം ചെയ്ത ഒരു ന്യൂലി ഫോംഡ് ഓർഗാനിസം ആണ് ലൈക്കൻ എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ ആക്ച്വൽ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ യൂണിക് ഓർഗാനിസം ഡെവലപ്ഡ് ബൈ ദ സിംബയോട്ടിക് അസോസിയേഷൻ ഓഫ് എ ഫംഗൽ പാർട്ണർ ആൻഡ് ആൽഗൽ പാർട്ണർ. ഈ ഫംഗൽ പാർട്ണർ നമ്മൾ മൈക്രോബയോളജി, ആൽഗൽ പാർട്ണർ നമ്മൾ ഫോട്ടോബയോളജി എന്നാണ് വിളിക്കുന്നത്. പിന്നെ അടുത്ത ഒരു ചെറിയ ലൈക്കൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ റൊമാൻസ് ബിഹൈൻഡ് ലൈക്കൻസ്. അതായത് നമ്മുടെ ഭൂമിയിൽ ഈ പറഞ്ഞ ലവ് അല്ലെങ്കിൽ റൊമാൻസ് എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ വർദ്ധിക്കില്ല. ഇത് മനുഷ്യൻ കണ്ടുപിടിക്കണമെങ്കിൽ ഇതിൻ്റെ ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളത് സമ്മതിക്കും. ഈ ഒരു പ്രോസസ് ഭൂമിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സമ്മതിക്കും. അതിൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ലൈക്കൻസ്. കാരണം ലൈക്കൻസ് ഒറിജിനേറ്റ് ചെയ്ത പീരീഡ് എന്ന് പറയുന്നത് ഡിവോണിയൻ പീരീഡിലാണ്. അതായത് അറൗണ്ട് 400 to 600 million years ago ലൈക്കൻസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് കണക്കാക്കപ്പെടുന്നു. അപ്പോൾ അന്ന് തൊട്ടേ ഈ പറഞ്ഞ ഒരു സംഭവം, അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയം ഭൂമിയിൽ എക്സിസ്റ്റ് ചെയ്തിരുന്നു. അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഡീറ്റെയിലായിട്ട് പറയാം. ഇവിടെ രണ്ട് പാർട്ണർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് ആൽഗെ, ഒന്ന് ഫംഗസ്. ഇവർ തമ്മിലുള്ള ഒരു അസോസിയേഷനാണ് നമ്മൾ എന്താ പറയുക ഒരു ഇതായിട്ട് കണക്കാക്കുന്നത്. ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇവരുടെ ഓരോരുത്തരുടെ റോള്? അപ്പോൾ അതിനകത്ത് ആൽഗൽ പാർട്ണർ, ആൽഗെ ഈസ് കൺസിഡർഡ് ആസ് എ ഗീവർ ഓഫ് ലൈഫ്. ആൽഗയാണ് ഇവിടെ എന്താ പറയുക ഈ ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിന് ഫുഡ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫംഗസിന് ഫുഡും കാര്യങ്ങളും ന്യൂട്രീഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ആൽഗൽ പാർട്ണറാണ്. സോ ആൽഗൽ പാർട്ണർ ഈസ് കൺസിഡർഡ് ആസ് എ ഗീവർ ഓഫ് ലൈഫ്. ദെൻ ഫംഗൽ പാർട്ണർ. ഫംഗൽ പാർട്ണർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഫംഗൽ പാർട്ണർ തിരിച്ച് ആൽഗയ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഒരു ഷെൽട്ടർ പ്രൊവൈഡ് ചെയ്യും. അതാണ് ഫംഗസ് അല്ലെങ്കിൽ ഫംഗൽ പാർട്ണറുടെ ധർമ്മം. ഈ ഒരു എന്താ പറയുക ഒരു മ്യൂച്വൽ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൽ ഫംഗൽ പാർട്ണറുടെ ധർമ്മം എന്ന് പറയുന്നത് പ്രൊവൈഡിങ് ഷെൽട്ടർ ആൻഡ് പ്രൊവൈഡിങ് ഷെൽട്ടർ ഫോർ ആൽഗൽ പാർട്ണർ. ഈ ഒരു സ്റ്റേജിലേക്ക് ഡയറക്റ്റ്ലി എത്താൻ എത്ര കൊല്ലം എടുക്കുന്നുണ്ടാവും നമ്മൾ റിസീവ് ചെയ്യുന്നത് വിചാരിക്കുന്നതിന് അപ്പുറമാണ്. കാരണം ഇതൊരു അത്യാവശ്യം നല്ല ടൈം പീരീഡ് എടുത്തിട്ട് മാത്രമേ ഒരു ലൈക്കൻ വളർന്നു വരൂ. പ്രത്യേകിച്ച് ക്രസ്റ്റോസ് ലൈക്കൻസ്. ക്രസ്റ്റോസ് ലൈക്കൻസ് വളർന്നു വരണമെങ്കിൽ കുറേ അധികം ടൈം എടുക്കും. ചിലപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് കൊണ്ടായിരിക്കാം ഒരു 5 centimeter ലെങ്ത് ഉള്ള ഒരു ക്രസ്റ്റോസ് ലൈക്കൻ ഡെവലപ്പ് ചെയ്ത് ഫോം ചെയ്ത് ഫുള്ളി മെച്ചുവറായിട്ട് നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന സ്റ്റേജിൽ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമാണ് അവർ സംഭവം പറയുന്നത്. അത്രയും കണ്ട് കമ്മിറ്റഡ് ആണ് ഇവരുടെ ആ റിലേഷൻ. വൺസ് ഇവരൊരു റിലേഷൻഷിപ്പിൽ വന്നു അവർ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അത് അൺബ്രേക്കബിൾ ആണ്. ആ ബോണ്ട് അൺബ്രേക്കബിൾ ആണ്. അതായത് നമ്മുടെ ഇടയിൽ പോലും ഇല്ലാത്ത അത്രയും കണ്ട് അവർ എന്താ പറയുക അവർ ആ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട്, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ചില ബയോളജിസ്റ്റുകൾ അല്ലെങ്കിൽ സയന്റിസ്റ്റുകൾ ഒരു ക്വസ്റ്റ്യൻ റേസ് ചെയ്യുന്നുണ്ട്, ആർ ദ റിയലി ലവ്? അവരങ്ങനെ ആണോ എന്നുള്ളൊരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. പക്ഷേ തിയറികളും മറ്റേ ഇതിനകത്ത് ലൈക്കൻ വർക്ക് ചെയ്യുന്ന പല ആൾക്കാരുടെ ഒപ്പീനിയൻസ് അനുസരിച്ച് അതങ്ങനെയല്ല. അതായത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അസോസിയേറ്റഡ് ആണ്, രണ്ടുപേർക്കും ബെനിഫിറ്റ്സ് ഉണ്ട്, അങ്ങനെ ഒരു താമരമാണ് പറയുന്നത്. ചില ആൾക്കാർ പറയുന്നുണ്ട് ഫംഗസ് ഇവിടെ ആൽഗെ ഒരു സ്ലേവ് ആയിട്ട് ആണ് കൺസിഡർ ചെയ്യണേ, ഫംഗസ് മാസ്റ്ററും ആൽഗെ ഒരു സ്ലേവ് ആണെന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ അത് തെറ്റാണ്, അത് കറക്റ്റായിട്ട് ഒരു ഇതല്ല. പിന്നെ ലെഗസി നേച്ചേഴ്സ് പവർ കപ്പറായിട്ടാണ് ലൈക്കൻസിനെ കൺസിഡർ ചെയ്യുന്നത്. The love life of an algae and fungus is in flashy, but it's steady, resilient, and foundational to life on Earth. A tale of survival, teamwork, and ecological harmony. This is choke representation. ഒരു algae fungus ആയിട്ട് റിലേഷൻഷിപ്പിൽ വരുമ്പോൾ അവർ ക്ലോസ്ലി
നോൺ ആസ് ലൈക്കൻ. സിംഗിൾ ആയിട്ടുള്ള പ്യുവർ അസോസിയേഷൻ. ഇനി എന്താണ് ലൈക്കൻസ്? നമ്മൾ കാണുന്നതും നമ്മുടെ ചുറ്റും കാണുന്നതിനേക്കാളും നമ്മൾ വിചാരിക്കുന്നത് നമ്മുടെ ഇമാജിനേഷന്റെ അപ്പുറത്താണ് ലൈക്കൻസിന്റെ ഒരു ഡൈവേഴ്സിറ്റി. അല്ലെങ്കിൽ ലൈക്കൻസിന്റെ സ്ട്രക്ചർ, ഷേപ്പ്, സൈസ്, അത് എവിടെ എല്ലാം ഭയങ്കര നമ്മുടെ ഇമാജിനേഷനും അപ്പുറമാണ്. ഞാൻ ഇമാജിൻ ചെയ്യുന്നതിന്റെയും അപ്പുറത്താണ് ഈ ലൈക്കൻസ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവും. ഞാൻ ഇത്രയും കാലത്ത് വർക്ക് ചെയ്തതെങ്കിലും പറയാം, അതിനപ്പുറത്താണ് ലൈക്കൻസിന്റെ ആ ഒരു ഡൈവേഴ്സിറ്റി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു എന്താ പറയുക, അവരുടെ ആ ഒരു ലിവിങ് പാറ്റേൺ. ഇതിനകത്ത് നിന്ന് നോക്കിയ ഇഷ്ടമായ ഫീച്ചേഴ്സാണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ലൈക്കൻസ്. ക്രസ്റ്റോസ് ഉണ്ട്, ഫോളിയോസ് ഉണ്ട്, യൂട്ടിക്കോസ്കോപ്സ് ഉണ്ട്. ഈ പോരാതെ ഇവര് കാണുന്ന സ്ഥലങ്ങൾ നോക്കുക. പഴയ ചെയറുകളുണ്ട്, ചെയറുകളും പിന്നെ അല്ലാണ്ടുള്ള ഈ പറഞ്ഞ വുഡൻ ലോക്സ്, അവിടെയൊക്കെ ആയിട്ട് ഇത് എവിടെ വേണമെങ്കിലും ലൈക്കൻസ് വളരാൻ പറ്റും. അത് വരുന്ന സ്ലൈഡിൽ കാണാം. അത് എങ്ങനെയാണ് എവിടെയൊക്കെ ലൈക്കൻസ് കാണപ്പെടുന്നത്. ലക്ഷറിയന്റ് ആയിട്ട് വളരാൻ പറ്റും. സോ ദേ ക്യാൻ അഡാപ്റ്റ് ആൻഡ് ദേ ക്യാൻ ഗ്രോ ഇൻ എനി എൻവയോൺമെന്റ് ഓഫ് എനി സർഫസ്. അവിടുത്തെ എൻവയോൺമെന്റൽ കണ്ടീഷൻസ് ഇനി മെയിനായിട്ട് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സെക്കൻഡ് ഇയേഴ്സിന്റെ സിലബസിലാണെന്ന് തോന്നുന്നു ലൈക്കൻസിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ സിലബസ് പ്രകാരം 3 ടോപ്പിക്സ് ആണ് ലൈക്കൻസിന്റെ ഒരു ഇതിൽ വരുന്നത്. അതിൽ ആദ്യത്തേത് പറയുന്നത് ജനറൽ എക്കണോമിക് ആൻഡ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൻസ്. അതാണ് ഫസ്റ്റ് ടോപ്പിക്. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ലൈക്കൻസ് ബേസ്ഡ് ഓൺ താലസ് ആൻഡ് ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. അതാണ് രണ്ടാമത്തെ ടോപ്പിക്. മൂന്നാമത് വരുന്നത് സ്ട്രക്ചർ ആൻഡ് ലൈഫ് സൈക്കിൾ ഓഫ് ഫാർമിംഗ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പിക്കൽസിനായിട്ട് പഠിക്കാൻ. അതായത് നാലാമത്തെ പടം പാവേലിയായിരുന്നു. അത് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫസ്റ്റ് ടോപ്പിക് ജനറൽ അക്കൗണ്ട് എക്കണോമിക് ആൻഡ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൻസ്. എന്താണ് ലൈക്കൻ? അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സക്സസ്ഫുൾ സിംബയോട്ടിക് ഓർഗാനിസംസ് ആണ് the term lichens of ecology, which means tree moss. And leafwordന്റെ tree moss ആണ് lichensന്റെ word meaning. They can be seen widely distributed and dominant organisms in the world. They can grow on anything and anywhere. ഞാൻ പറഞ്ഞതല്ലേ, എവിടെ വേണമെങ്കിലും വളരാൻ അവർക്ക് പറ്റും. Then they are extremely resilient and long lived. നമ്മുടെ മനുഷ്യനേക്കാളൊക്കെ എത്രയോ മടങ്ങ് ആവശ്യം പറയും ലൈക്കൻ, ഒരു സിംഗിൾ ലൈക്കൻ അത്രയും കണ്ട് ലോങ് ലീവ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഓർഗാൻസ് ആണ് ലൈക്കൻ. ഇതിനകത്തൊരു ഫംഗൽ പാർട്ണർ വന്നു ഞാൻ പറഞ്ഞു. ഫംഗൽ പാർട്ണർ നമ്മൾ യൂഷ്വലി വിളിക്കുന്നത് മൈക്രോബയോട്ടം ആണ്. പിന്നെ ഇതിനകത്ത് ഒരു ഫോട്ടോസിന്തറ്റിക് പാർട്ണർ ഉണ്ട്. ഈ ഫോട്ടോസിന്തറ്റിക് പാർട്ണർ നമ്മൾ ടെർമിനോളജിയാണ് ജസ്റ്റ് നോർമൽ ചെയ്യുന്നത്. പിന്നെ ഈ മൈക്രോബയോട്ടിന്റെ കേസിലൂടെ വന്നു കഴിഞ്ഞാൽ ലൈക്കൻ അസോസിയേഷനിലുള്ള ഇൻവോൾവ് ആയിട്ടുള്ള 2 കമ്പനി. ഇതിൽ തന്നെ കൺസിഡർ ചെയ്താൽ ആസ്ട്രോമൈസീറ്റസ് ആണ് ഒരു 80% ലൈക്കൻ ഇന്ററാക്ഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കമ്പനി. അതായത് ആസ്ട്രോമൈസീറ്റസ് പഞ്ചേ, ആ ഒരു യൂണിറ്റ് പഞ്ചയാണ് ലൈക്കനൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്ന ഫംഗൽ പാർട്ണർ. ബാക്കി കുറച്ച് മാത്രമേ ഉള്ളൂ ബസിഡിയോമൈസീറ്റസ് പഞ്ചേ. ഇനി മോട്ടോബയോണിന്റെ കേസ് എടുത്ത് കഴിഞ്ഞാൽ ആൽഗെ മീൻസ് ഗ്രീൻ ആൽഗെ ഓർ സയനോബാക്ടീരിയ. ഒരു സയനോബാക്ടീരിയോ അല്ലെങ്കിൽ ഒരു ഗ്രീൻ ആൽഗെ, രണ്ടിലേതെങ്കിലും ഒന്നായിരിക്കും. രണ്ടിലേതെങ്കിലും ഒന്നാന്ന് ഞാൻ ഇപ്പോൾ പറയും. കുറച്ച് ഞാൻ മനസ്സിലായി. ഈ ഒരു സ്ലൈഡിലൂടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ലൈക്കൻസ് എവിടെയൊക്കെ വളരുന്നുണ്ട്. ജസ്റ്റ് സ്റ്റാച്യു ഉണ്ട്. ആ സ്റ്റാച്യൂവിന്റെ മേലുള്ള ലക്ഷറിയന്റ് ആയിട്ട് ലൈക്കൻസ് വളരുന്നുണ്ട്. പിന്നെ കാറിന്റെ ബോണറ്റ്, അതായത് ഉപേക്ഷിക്കപ്പെട്ട കാറിന്റെ ബോണറ്റ് അല്ലെങ്കിൽ കാറിന്റെ സർഫസിൽ ബോട്ടിൽസിൽ ഈവൻ ഇൻ ദ സ്കൾ ഓഫ് ആനിമൽ അതിൽ വരെ പറയുന്നത് സൈൻ ബോർഡ്, എന്താ പറയുക, ഫെൻസ്, മെറ്റൽ ഫെൻസസ്, സ്റ്റാച്യൂസ് ഒന്നും ഇല്ല. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഗ്രീനറ്റിന്റെ മേളിൽ വരെ നന്നായിട്ട് ലക്ഷറിയന്റ് ആയിട്ട് ലൈക്കൻസ് വളരാൻ പറ്റും. ഓൾസോ ഇത് അവിടുത്തെ മെറ്റൽ നമ്മുടെ ഇതില്ലേ ഗേറ്റുകൾ, മെറ്റൽ ഗേറ്റുകളിലൊക്കെ ലൈക്കൻസ് വളരണം. അതിൽ പോളിയോസ് ലൈക്കൻസ് വരെ നന്നായിട്ട് കാണും. ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു പോളിയോസ് ലൈക്കനാണ്. പെട്രോമിയ എന്ന് പറഞ്ഞ ജീനസിൽപ്പെട്ട ലൈക്കനാണ്. അതിന്റെ ഒറ്റ കോളനിയാണ്, വലിയൊരു കോളനിയാണ്. ഒരു ഡെഡ് ലോക്ക് ഫുഡിന്റെ മേളിൽ വളർന്ന ഒരു കോളനിയാണ്. ആ ഒരു സൈസ് മാറ്റി ചെയ്യാൻ ഈ ഒരു
ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പല സപ്പോസുകളും വരുന്നത്. റോക്സിന് മുകളിൽ നമ്മൾ കക്ഷി വളരും. ഇപ്പോൾ ഈ പറഞ്ഞ ഇത് നമ്മുടെ വെട്ടുകലാണ്, ലാറ്ററൈറ്റിക് റോക്കാണ്. ഈ ലാറ്ററൈറ്റിക് റോക്കിന് ഈ ലൈക്കൻസ് വളരെ നന്നായിട്ട് വളരും. അതിന്റെ വേറെ ഫോട്ടോ കാണാൻ അല്ല ഫസ്റ്റ് ഈ ഒരു പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നെറ്റ് പോലത്തെ സപ്പോസിന് വേണ്ടി സൈക്കോളജി. പിന്നെ നെക്സ്റ്റ് പറയുന്നത് ലൈക്കൻസ് ആണ് ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി. അത് ഞാൻ ആദ്യം പറഞ്ഞു. ഇവര് ഒരു അസോസിയേഷൻ വഴി ഫോമിംഗ് ഓർഗാനിസം ആണ് പറഞ്ഞാൽ പോലും ഇവർക്ക് ഫംഗസിന്റെ ആൾഗേഡറായിട്ടുള്ള ക്യാരക്ടർ അല്ല. ഇവർ ലൈക്കൻ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് എൻറ്റിറ്റി ഇൻഡിപെൻഡന്റ് ഐഡന്റിറ്റി. And they are not a plant, fungus or algae. They are newly formed entities, complex symbiosis. പിന്നെ സമയത്ത് ഈ പറഞ്ഞ ലൈക്കന്റെ സർഫസിൽ ഒരു പ്രത്യേക സ്ട്രക്ചർ പോകും. സെഫലോഡിയ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ട്രക്ചർ പോകും. ആക്ച്വലി സെഫലോഡിയ എന്ന് പറയുന്നത് ഒരു സൈനോബാക്ടീരിയൽ എന്താ പറയുക സൈനോബാക്ടീരിയയുടെ ഒരു കൂട്ടാണ്. അത് ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ പ്രത്യേക ഒരു ഇതായിട്ട് ലൈക്കൻ പല ലൈക്കൻ്റെ ആവശ്യങ്ങളുടെ മേളിൽ ഫോം ചെയ്യും. അതിനാണ് സെഫലോഡിയ എന്ന് പറയുന്നത്. കൂടുതൽ കാണപ്പെടുന്ന സ്റ്റീരിയോകോളൻ, സോറോമ, സക്കോപ്സിസ് എന്നൊക്കെ പറഞ്ഞ ജീനസുകളാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ അസോസിയേഷനിലൊക്കെ ആരൊക്കെ വന്നു? ആ ഒരൊറ്റ ലൈക്കനിൽ ഗ്രീൻ ആൽഗ ഉണ്ട്, ഫംഗസ് ഉണ്ട്, സൈനോബാക്ടീരിയം ഉണ്ട്. അറ്റ് എ ടൈം 3 പേര് വന്നിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ രണ്ടെണ്ണത്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടെണ്ണം അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അതൊന്നും മാറ്റിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലൈക്കനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ഇൻഡെപ്തിലോട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അതിൻ്റെ അസോസിയേഷൻ. ഇതിലും മൾട്ടിപ്പിൾ ഓർഗാനിസംസ് അസോസിയേഷൻ വരും. അത് കാണിച്ചത്. പിന്നെ ചില കേസിൽ ഒരു ലൈക്കൻ ജീനസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ലൈക്കൻ ജീനസ് ഇൻവേരിയബിളി ഒറ്റ ഫോട്ടോബയോട്ട് ഉണ്ടാവുള്ളൂ. അങ്ങനെ തന്നെ അതായത് ഗ്രീൻ ആളുടെ പറയണം. അതായത് എക്സാമ്പിളാണ് പ്രാഡോണിയ എന്ന് പറയുന്നത്. പ്രാഡോണിയ എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ടിക്കോസ് ലൈക്കനാണ്. മെറ്റീരിയൽ ഇവിടെ ഉണ്ട്, കാണിച്ചു തരാം. പാസ് ചെയ്തല്ല. ഒരു ഫ്രൂട്ടിക്കോസ് ലൈക്കനാണ് പ്രാഡോണിയ. ഈ പ്രാഡോണിയ സ്പെഷ്യാലിറ്റി ഉള്ള സാധനമാണ് പറയാറ്. ഫൈനലിൽ വരുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയും. ഈ പ്രാഡോണിയയുടെ ഉള്ളിൽ കാണപ്പെടുന്ന ഗ്രീൻ ആൽഗെ പ്രൊബോക്സിയ എന്ന് പറയുന്ന ജീനസിൽപ്പെട്ട ആൽഗെ മാത്രമേ പ്രാഡോണിയയുടെ ലൈക്കനൈസേഷനിൽ അസോസിയേറ്റ് ചെയ്യൂ, ഫംഗസുമായിട്ട് അസോസിയേറ്റ് ചെയ്യൂ. പിന്നെ പറയുന്നത് സിംഗിൾ ലൈക്കൻ സ്പീഷീസ് may contain more than one photobiont or even different photobionts at different stages of its life. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ common blue green algae അല്ലെങ്കിൽ cyanobacteria seen in the likenization. നോസ്റ്റോക്ക്, സൈക്ലോണിമ, സ്റ്റിഗോണിമ ഈ പറഞ്ഞിരിക്കുന്ന ബ്ലൂ ഗ്രീൻ ആൽഗയാണ് കോമൺലി ആൽഗൽ പഠനമുള്ള രീതിയിൽ. അതായത് ബ്ലൂ ഗ്രീൻ ആൽഗകളിൽ കോമൺ ആയിട്ട് ലൈക്കനൈസേഷനിൽ കാണപ്പെടുന്നു. കമ്മിങ് ടു ഗ്രീൻ ആൽഗ കോമൺലി കാണപ്പെടുന്നത് പ്രബോക്സിയ, ഫ്രെൻഡിഫോഡിയ, ആസ്ട്രോക്ലോറിസ് എന്ന് പറയുന്ന ഈ ജീനസുകളാണ് കോമൺലി ഗ്രീൻ ആൽഗയുടെ ഭാഗത്തുനിന്ന് ലൈക്കൻ അല്ലെ ലൈക്കൻസ് ഫോം ചെയ്യുന്ന ലൈക്കനൈസേഷനിൽ ഇൻവോൾവ് ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രബോക്സിയാണ്. മൈക്രോബയോട്ടിന്റെ ഒരു എന്താണ് ഓർഗൻ പ്രൊവൈഡ്സ് ഫങ്ഷൻ മോയ്സ്ചർ റിട്ടൻഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ. അഗൈൻ മൈക്രോബയോട്ട് ക്യാരി ഔട്ട് ഫോട്ടോസിന്തസിസ് ഫുഡ് ഫോർ ബോത്ത് ദ ഫംഗസ് ആൻഡ് ആൽഗെ. The lichens are sort of thinly organisms. They are considered to be a mini ecosystem. Lichens എന്ന് പറയുന്നത് ഒരു മിനി എക്കോസിസ്റ്റം ആയിട്ടാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റഡീസിൽ വെച്ചിട്ട് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ മിനി എക്കോസിസ്റ്റം. Scientific name of the lichens is the name of fungus. ഫംഗസിന്റെ പേര് ഫംഗസിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ലൈക്കന്റെ പേരിടുന്നത്. ആൽഗൽ പാർട്ണറിനെ അവിടെ നമ്മൾ കൺസിഡർ ചെയ്യുകയില്ല. ആൽഗൽ പാർട്ണറെ ആകെ കൺസിഡർ ചെയ്യുന്നത് ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ അല്ലെങ്കിൽ അനാറ്റമിക്കൽ ആസ്പെക്ട്സ് ഈ സംഭവങ്ങൾ സ്റ്റഡി ചെയ്യുമ്പോൾ മാത്രമേ നമ്മൾ ആൽഗൽ പാർട്ണറിനെ കൺസിഡർ ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ ടാക്സോണമി നെയിമിങ് എല്ലാം ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫംഗസോ അല്ലെങ്കിൽ ഫംഗസോ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നതോ മാത്രമാണ് നമ്മൾ ഇതിന്റെ സ്പീഷീസിന് നെയിം ചെയ്യുന്നത്. ഇതാണ് കോമൺ ഗ്രീൻ ആൽഗെ ലൈക്കൻസ്. ലൈക്കൻ കാണുന്നത് ഗ്രീൻ ആൽഗ. These are different cyanobacteria or blue green algae which are involved in the lichen association. Nostoc, Trichoderma, Stigonia. ഈ ഒരു പിക്ചറിലോട്ട് ശ്രദ്ധിക്കുക. ലൈക്കൻ പാർട്ണർഷിപ്പ് ഡിസ്കവേർഡ് സോ ഫാർ. അതായത് ലൈക്കൻ പാർട്ണർഷിപ്പ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇതിനകത്ത് എന്തൊക്കെ ഓർഗാനിസംസ് ലൈക്കനിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർ ആ ഒരു സക്സസ്ഫുൾ ലൈക്കനൈസേഷൻ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ബെസ്റ്റ് ഇൻവോൾവ് റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുക്കുന്നത്. ഇതിനകത്ത് നോക്കിയാൽ ആ കാര്യം കാണാം. ബിഫോർ 1867 ലൈക്കൻ എന്ന് പറഞ്ഞാൽ ലൈക്കനായിട്ട് മാത്രമായിട്ട് കണക്കാക്കിയില്ല. അതിനുള്ള എന്തുണ്ടെന്നോ ആർക്കും അറിയില്ല. പിന്നെ അറൗണ്ട് 1869 ഡിബാരി ആൻഡ് ഷ്വെന്ന പ്രൊപ്പോസ് ചെയ്ത തിയറി പ്രകാരം
പറഞ്ഞിരിക്കുന്നതിനകത്ത് ഫംഗസ് ഉണ്ടാവും, ആൽഗയുടെ സൈനോബാക്ടീരിയ പ്ലസ് ബാക്ടീരിയ. ബാക്ടീരിയ അവിടെ അപ്പോസിഷൻ കൊടുക്കും 1925. പിന്നെ നമ്മൾ മുന്നോട്ടേക്ക് വരുമ്പോൾ വീണ്ടും പല സൈൻസ് ക്യാൻസർ അയച്ചാൽ 2011, ഡിസീസ് അയച്ചാൽ 2016, പ്രിവിലി അയച്ചാൽ 2016 ആൻഡ് ഫൈനലി ഫർട്ടിസ് അയച്ചാൽ 2019. ഈ ഫർട്ടിസ് അയച്ചാൽ എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് ലാസ്റ്റ് ആയിട്ട് ഇവർ പറഞ്ഞിരിക്കുന്ന ഓർഗാനിസത്തിന്റെ അസോസിയേഷൻ ആണ് ലൈസൻസ് കാണുന്നത്. എത്ര എണ്ണം വരുന്നത് 7 ഓർഗാനിസംസ് വരെ ഒരു ലൈക്കനിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണ് നോക്കേണ്ടത്? ഫംഗസ് ഉണ്ട്, ആൽഗെ സൈനോബാക്ടീരിയ ആവാം, ബാക്ടീരിയ, സെക്കൻഡറി ആൽഗെ, മോൾഡിസ്റ്റ്, ഈസ്റ്റ്, വൈറസ്. ഇത്ര ഓർഗാനിസംസ് വേണമെങ്കിൽ ഒരു ലൈക്കനൈസേഷനിൽ കാണപ്പെടാം. ഇത് എപ്പോഴും കാണണമെന്ന് നിർബന്ധമില്ല, ഉണ്ടാവാം. ഈ ഒരു കണ്ടീഷൻ വരുന്ന സ്റ്റേജ് ഉണ്ട്. അപ്പൊ അത്രയുള്ള ഓർഗാനിസംസ് ലൈക്കനിൽ അസോസിയേറ്റഡ് ആണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആകെ 2 ഇത് മാത്രം കൺസിഡർ ചെയ്താൽ മതി, വേറെ ഒന്നും കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ആ 1867-79 ആ ഒരു കൺസെപ്റ്റ് മാത്രം വെച്ചിട്ട് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ എഴുതുക. ഈ ഒരു സയന്റിസ്റ്റിന്റെ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ട് വന്ന ഒരു ഇത് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ലൈക്കൻസിനെ കുറിച്ച് പറയുമ്പോൾ ഫാദർ ഓഫ് ലൈക്കനോളജി. ഫാദർ ഓഫ് ലൈക്കനോളജി കണ്ടുപിടിക്കുന്നത് എറിക് അർക്കേനിയസ് ആണ്. ആക്ച്വലി ഹി ഈസ് എ സ്വീഡിഷ് ബൊട്ടാണിസ്റ്റ് ആൻഡ് ഹി ഈസ് കൺസിഡർഡ് ആസ് ദ ഫാദർ ഓഫ് ലൈക്കനോളജി. When coming to the Indian status of Indian aspect, we have father of Indian likeology and in the Dr. B. Awasthi, Dr. Dharanidhar Awasthi. He is considered as the father of Indian likeology. പിന്നെ നമ്മൾ currently accepted classification, അതായത് ലൈക്കൻസിന് ഇപ്പോൾ നിലവിലുള്ള സ്റ്റാറ്റസ് കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നുണ്ടെങ്കിൽ അതിന് പ്രത്യേക ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, അതായത് നമ്മൾ ആൽഗെ അല്ലെങ്കിൽ അതിൽ പഠിക്കുന്ന പോലെ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം അല്ല, അല്ലാണ്ടുള്ള ഒരു ലിറ്ററേച്ചർ നമുക്കിപ്പോൾ റീസെന്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഫംഗസ് ലൈക്ക് ടാക്സ്. അതായത് ഞാൻ ഫംഗസ് ബേസ് ചെയ്തിട്ടാണ് ലൈക്കൻസിന്റെ നെയിമിംഗ് പറഞ്ഞത്. അപ്പൊ ആ ഒരു ഇതിവിടെ നമുക്ക് മനസ്സിലാക്കാം, ഫംഗസ് ലൈക്ക് ടാക്സ്. ഈ ഫംഗസ് ലൈക്ക് ടാക്സ് എന്ന് പറയുന്നതിനാണ് ലൈക്കൻസിനെ ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്, അല്ല ലൈക്കൻസിനെ അവർ വെച്ചിരിക്കുന്നത്, കീപ്പ് ചെയ്തിരിക്കുന്നത്. സോ ഈ ഫംഗസ് ലൈക്ക് ടാക്സിലാണ് നമ്മൾ ഈ ലൈക്കൻ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ കാണുന്ന എല്ലാ ലൈക്കൻസും ഫംഗസ് ലൈക്ക് ടാക്സിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു വർക്കാണ് 2024 വന്നിട്ടുള്ള റീസെന്റ് വന്നിട്ടുള്ള പബ്ലിക്കേഷൻ. പിന്നെ നമുക്ക് യൂഷ്വലി ലൈക്കൻസിന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് സൈറ്റുകളിൽ സെർച്ച് ചെയ്യാൻ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ ഡിഫറെന്റ് സൈറ്റുകളാണ്. 3 സൈറ്റ്സാണ്, 3 വെബ്സൈറ്റ്സാണ് നമുക്ക് കോമൺലി യൂസ് ചെയ്യാൻ പറ്റുക. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇൻഡെക്സ് ഫംഗോറാണ്. അതൊരു എന്താ പറയുക ഡാറ്റാബേസ് ആണ്. ആ ഡാറ്റാബേസിലുള്ള നമുക്ക് പോയിട്ട് കീവേഡ് ആയിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ലൈക്കൻസിനെ വേണമെങ്കിലും നമുക്ക് അവിടുന്ന് എന്താ പറയുക സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇപ്പോഴത്തെ കറന്റ് ആക്സെപ്റ്റഡ് നെയിംസ് ആണ്, പഴയ നെയിംസ് ആണ്, സിനോണിംസ് എല്ലാം, ബേസ് സിനോണിംസ് എല്ലാം. ഇത് ലാസ്റ്റ് ഞാൻ നമുക്ക് കാണിച്ചു തരാം. ജസ്റ്റ് ആ സൈറ്റ് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് അതിൽ കീവേഡ് കൊടുത്തിട്ട് എങ്ങനെയാണ് നമുക്ക് സെർച്ച് ചെയ്തെടുക്കാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ സെയിം സാധനമാണ് മൈക്രോബാറ്റ്, വേറൊരു സൈറ്റ്. പിന്നെ ഇമേജസ് ഓഫ് ലൈക്കൻസ് പറഞ്ഞിട്ട് ആക്ച്വലി ഇറ്റലി ബേസ്ഡ് സൈറ്റ് വെബ്സൈറ്റ് ഡെവലപ്ഡ് ബൈ PDG Mimis. ഈ ഒരു സൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഇമേജസ് കാണാൻ ഏതെങ്കിലും ഒരു ലൈക്കൻസ് സ്പെഷ്യൽ അത് നമ്മുടെ ഇവിടെ ഉള്ളത് ഉണ്ടാവാം. ബേസിക്കലി ഈ ഒരു സൈറ്റ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന ഇറ്റലി ബേസ്ഡ് ആണ്. ഇറ്റലിയിലുള്ള ലൈക്കൻസിനെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ഉള്ള ലൈക്കൻസും അവിടെയുള്ള ലൈക്കൻസും സിമിലർ ആയിട്ടുള്ളതുണ്ട്. അപ്പം കുറേയൊക്കെ ലൈക്കൻസിന് ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളും നമുക്ക് ആ ഒരു സൈറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെർച്ച് ചെയ്ത് അതിൻ്റെ ഡിഫറെൻറ്റ് ഫോട്ടോസ് നമുക്ക് ഉണ്ടാവണം. ഇതാണ് ആ പറഞ്ഞ വെബ്സൈറ്റ്. ആ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നതാണ് ആ പേപ്പർ ഞാൻ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ഏതാണ്ട് എനിക്ക് തോന്നുന്ന ഒരു 100-നടുത്ത് ഓതേഴ്സ് ആ ഒരൊറ്റ പേപ്പറുണ്ട്. അത്ര ആൾക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനിൽ മുകളിൽ വന്നൊരു പേപ്പറാണ്. അത്ര കണ്ട് ആൾക്കാർ സൈറ്റ് ചെയ്യുന്നതും റെഫർ ചെയ്യുന്ന ഒരു പേപ്പറാണ് ആ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. മൈക്രോസ്ഫിയർ എന്ന് പറഞ്ഞ ജേർണൽ പറഞ്ഞാൽ 2024 ഔട്ട്ലൈൻ ഓഫ് ഫംഗസ് ലൈക്ക് ടാക്സ്. അതിന്റെ ഇവിടെ നമുക്ക് നോക്കിയതാണ് മൈക്രോബാങ്കിന്റെ ഡാറ്റാബേസ്. ഇതാണ് പറഞ്ഞ സൈറ്റിന്റെ ഒരു ഇത് വരുന്നത്. ഓപ്പൺ വരുമ്പോൾ നമുക്ക് നോക്കുമ്പോൾ പിന്നെ ഇൻഡെക്സ് ഫംഗോറ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇറ്റലി ബേസ്ഡ് ഇമേജസ് ഓഫ് ലൈക്കൻസ് എന്ന് പറയുന്ന ആ ഒരു സൈറ്റ്. പിന്നെ അടുത്തൊരു സംഭവം പറയുന്നത് നമ്മൾ ഫീൽഡിലോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ ലൈക്കൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യാം. നമ്മുടെ ചുറ്റും പല സ്ഥലത്തും നമുക്ക് ലൈക്കൻസിനെ കാണാം. നമ്മുടെ ക്യാമ്പസിന്റെ ഇഷ്ടംമാരിയാണ് ഇവര്. നമുക്ക് എന്താ ഈ ലൈക്കൻസിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രോബ്ലം പറയുന്നത് നമുക്ക് വേറെ ഓർഗാനിസംസ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യും, നന്നായിട്ട് കൺഫ്യൂസ് ചെയ്യും. നമ്മൾ ലൈക്കൻസ് ആണെന്ന് അറിയണമെങ്കിൽ
സ്ട്രക്ചർ ആയിരിക്കും ഉപയോഗിച്ചിട്ടുണ്ടാവുക. Then again നോൺ ലൈക്കനൈസ്ഡ് ഫംഗി ആൻഡ് ലൈക്കൻസ്. അതായത് നോർമൽ ഫംഗി നമ്മൾ ലൈക്കൻസുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഫംഗസിലുള്ള എന്താ പറയുക ഫംഗസ് ഈസ് ഫോം ചെയ്ത പാർട്സ് യൂസ്ലി ഓവർ ഹൈറ്റ് ആൻഡ് വിൽ ബി ഇൻ എ വൈറ്റിഷ് കളർ. Then lichens will form smooth and perfect colours, greyish, off-white, yellowish green, bright yellow or orange color. കളറിന്റെ വേരിയേഷൻസ് നോക്കാം. ഭയങ്കര വേരിയേഷൻസ് ഉണ്ട് ലൈക്കൻസിന്റെ കളർ പാറ്റേൺ. ഇപ്പൊ ഇതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിലൂടെ ഒരു ലൈക്കൻ ആണ്. ഇത് ടീലോഷിസ്റ്റസ് എന്ന് പറഞ്ഞൊരു ജീനസിൽപ്പെട്ട ലൈക്കനാണ്. ടീലോഷിസ്റ്റസ് ഫ്ലാവിക്കൻസ് ആണ് അതിന്റെ പേര്. ഇന്ത്യയിൽ ആകെ 10 സ്പീഷീസ് ഉള്ളത്. ഈ ഒരു ലൈക്കന്റെ കളർ എന്ന് പറയുന്നത് ബ്രൈറ്റ് ഓറഞ്ച് കളറായിരിക്കും. അപ്പം അത്ര കണ്ട് ഡൈവേഴ്സ് ആണ് ഇതിന്റെ കളർ വേരിയേഷൻസ്. പിന്നെ ഒരു സെക്ഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ താലസിന്റെ ഉള്ളിൽ ആൽഗൽ സെൽസിന്റെ പ്രസൻസ് ഉണ്ട്. ഈ ഒരൊറ്റ ക്യാരക്ടർ വെച്ചിട്ട് നമുക്ക് ലൈക്കൻസിനെ ഫംഗസിനെ സെപ്പറേറ്റ് ചെയ്ത് രണ്ടാക്കി മാറ്റി കൊടുക്കാം. ഫംഗസ് നിങ്ങൾ എങ്ങനെ സെക്ഷൻ എടുത്താലും അതിൻ്റെ ഉള്ള ഒരു ആൽഗൽ സെൽസ് കാണാൻ പറ്റും. പക്ഷേ ലൈക്കനെ സപ്പോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ആൽഗൽ സെൽസ് മേ ബി ഈവൻലി ഓർ അൺഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് സാധനം. പിന്നെ ലാസ്റ്റ് ആയിട്ട് വന്ന ആൽഗ ആണെങ്കിൽ ഫ്രൈഡ് ആൽഗൽ മാക്സ് ഓർഗനുകൾ കാണാം. Maybe in the bark also they will get confused with the lichens. അങ്ങനെ ഒരു കേസിൽ നമ്മൾ കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ആൽഗയാണ് നമുക്ക് അപ്പോൾ മനസ്സിലാക്കുക. കാരണം ആൽഗ ആ ഒരു അവരുടെ ആ ഒരു സ്ലിപ്പറി അല്ലെങ്കിൽ സ്ലൈറ്റി ടെക്സ്ചർ നന്നായിട്ട് കാണിക്കും. അതിൽ നമുക്ക് ആൽഗ ലൈക്കൻസ് തമ്മിൽ തിരിച്ചറിയാൻ പറ്റും. ഇനി ഈ ഒരു പിക്ചറിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന രണ്ടെണ്ണം അത് ആൽഗയാണ്. ഒന്നൊരു ഗ്രീൻ ആൽഗ, രണ്ട് ഗ്രീൻ ആൽഗ തന്നെയാണ്. ഇനി രണ്ടാമതാണ് ഓറഞ്ച് എന്ന് പറയുന്നത് പ്ലെന്റിഫോളിയ എന്ന് പറഞ്ഞ ഒരു ആൽഗ ജീനസ് ആണ്. അവരെ നമുക്ക് ലൈക്കൻസ് ആയിട്ട് കൺഫ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞ ആ ഒരു മെത്തേഡ് വഴി നമുക്ക് അത് ആകെയാണോ ലൈക്കനാണോ നമുക്ക് തിരിച്ചറിയാം. പിന്നെ എങ്ങനെയായിട്ട് താഴോട്ടേക്ക് വരുമ്പോൾ ആ കാണുന്ന ഓർഗാനിസം ഏതാണ്? പ്രയോഫൈറ്റ് ആണ്. ആ പ്രയോഫൈറ്റിന്റെ പേരെന്താ? ആന്തോസ്ലോസ് എന്ന് പറയുന്ന ഒരു പ്രയോഫൈറ്റ് ആണ്. ആ താഴത്തെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഈ ആന്തോസ്ലോസിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു മുകളിലോട്ടേക്ക് ഒരു ഇറക്റ്റ് സ്ട്രക്ചർ ഉണ്ട്. ഒരു ഇറക്റ്റ് സ്ട്രക്ചർ പോലത്തെ ഒരു ട്യൂബ്ലൈറ്റ് സ്ട്രക്ചർ മുകളിലോട്ടേക്ക് കൊണ്ടിരിക്കുന്നു. ഇതേ സെയിം സാധനം ഒരു ലൈക്കനിൽ കാണാം. ആ ലൈക്കൻ ജീൻസിന്റെ പേരാണ് ക്ലാഡോണിയ. ഈ ക്ലാഡോണിയയുടെ ഉള്ളിൽ ഇതേപോലെ എക്സാക്ട് സിമിലർ ആയിട്ടാണ് നമ്മൾ ആന്തോസ്ലോസ് എങ്ങനെ കാണുന്നത് അതേപോലെയാണ് ആ ക്ലാഡോണിയയിൽ നമ്മൾ കാണുന്നത്. സ്ട്രക്ചറൊക്കെ സിമിലർ ആണ്. അത് ഡീറ്റെയിൽ ആയിട്ട് മറ്റു സ്ലൈഡുകളിൽ ഞാൻ പറയാം. പിന്നെ അപ്പുറത്ത് മോസ് ഒക്കെ ഉണ്ട്. മോസ് നമുക്ക് ലൈക്കനായിട്ട് തെറ്റാൻ സാധ്യത. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന എല്ലാം ഫംഗസുകളാണ്. ഈ 3 സ്ലൈഡുകളും ഫംഗസുകളാണ്. ഫംഗസിനെ ഞാൻ പറഞ്ഞു നമ്മൾ ജസ്റ്റ് സെക്ഷൻ എടുക്കുക. സെക്ഷൻ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ ചെയ്ത് കഴിഞ്ഞാൽ ആർഗൻസിസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഫംഗസ്. അതിനകത്ത് ആർഗൻസിസ് ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി എ ലൈക്കൻ. ഇനി വേൾഡ് ഡിസ്ട്രിബ്യൂഷനിലോട്ടേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് ഇപ്പോൾ കറന്റ് എന്താ പറയുക വേൾഡിലുള്ള ലൈക്കൻസിന്റെ സ്റ്റാറ്റസ്. ഇറ്റ്സ് ആക്ച്വലി ബേസ്ഡ് ഓൺ റോബർട്ട് ലുക്കി, സ്റ്റഡി ബൈ റോബർട്ട് ലുക്കി. ആൾ പറഞ്ഞിരിക്കുന്ന പ്രകാരം അറൌണ്ട് 20,000 സ്പീഷീസ് വേൾഡിലുണ്ട്. ഇതുവരെ റിപ്പോർട്ടഡ് ആയിട്ടുള്ള ലൈക്കൻസിന്റെ എണ്ണം 20,000 സ്പീഷീസ് ഉണ്ട്. It comes under 995 genera, 150 families, 39 orders, and 8 classes. Then coming to the Indian status. The Indian status is left side at the bottom of the Indian status. The Indian status is based on recently on the article on the checklist of lichens of India. Sinha 2024 അവരുടെ ആ ഒരു വർക്കിന്റെ ഭാഗമായിട്ട് വന്നിരിക്കുന്ന എണ്ണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് അറൌണ്ട് 3,028 ടാക്സ് ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി 3,000 സ്പീഷീസ് കമ്മിങ് അണ്ടർ 469 ജനറ ആൻഡ് 88 ഫാമിലീസ്. ഇതാണ് പ്രസന്റ്ലി ഇന്ത്യൻ സ്റ്റാറ്റസ്. ഇനി നമുക്ക് നമ്മുടെ അതിന് മുന്നേ ഇന്ത്യയിലെ പല ലൈക്കൻ ജിയോഗ്രഫിക് റീജിയൻസ് ആയിട്ട് നമ്മുടെ ലൈക്കൻ സ്റ്റഡി ചെയ്യുന്ന ആൾക്കാർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പ്യൂർലി ബേസ്ഡ് ഓൺ ജോഗ്രഫിക്കൽ aspect of India, and we can see the different geographic regions. അതിൽ ആദ്യം പറയുന്നത് വെസ്റ്റേൺ ഹിമാലയ ആണ്. ദെൻ അപ്പർ സൈഡിൽ നോക്കിയാൽ വെസ്റ്റേൺ ഡ്രൈ റീജിയൻ രാജസ്ഥാൻ പോലുള്ള ആ ഏരിയ വരുന്നുണ്ട്. ദെൻ ഗാൻജറ്റിക് പ്ലെയിൻസ് വരുന്നുണ്ട്. പിന്നെ ഈസ്റ്റേൺ ഹിമാലയ വരുന്നുണ്ട്. ദെൻ അഗൈൻ സെൻട്രൽ ഇന്ത്യ. ദെൻ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ്, നമ്മുടെ കേരളം ഉൾപ്പെടുന്ന വെസ്റ്റേൺ ഗട്ട്സ് വരുന്നുണ്ട്. ദെൻ അഗൈൻ ഈസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ഡെക്കാൻ പ്ലെയിൻ. ആൻഡ് ഫൈനലി വി ഹാവ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ്. ഇത്ര ലൈക്കൻ ജിയോഗ്രഫിക് റീജിയൻസ് നമ്മുടെ ഇന്ത്യയിൽ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ലൈക്കൻസിന്റെ എണ്ണം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന ലൈക്കനോ ജിയോഗ്രഫിക് റീജിയൻ എന്ന് പറയുന്നത് ഈസ്റ്റേൺ ഹിമാലയ ആൻഡ് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ആണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈക്കൻസിന്റെ ഡൈവേഴ്സിറ്റി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അറൌണ്ട് 1,842 സ്പീഷീസ് ആർ
protector of the CG. Then again coming to the next second position, we have the western Ghats. നമ്മുടെ western Ghats ന്റെ ലൈക്കൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് സെക്കൻഡ് പൊസിഷൻ ഉള്ളത് 1706. ഈ പറഞ്ഞിരിക്കുന്ന എണ്ണമൊക്കെ എന്തായാലും ഇനി കയറിക്കൊണ്ടിരിക്കും. അതായത് അത്ര രണ്ട് ലൈക്കൻസ് ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഡെയിലി ഒരു സ്പീഷീസ് വെച്ച് അറിഞ്ഞ് നമുക്ക് വേണം അത്രയും കണ്ട് ലൈക്കൻസിൽ വർക്ക് നടക്കുന്നുണ്ട്. ലൈക്കൻസ് അധികം പഠിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിൽ ഭയങ്കര ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമ്മളിതിൽ ഇറങ്ങി വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറൈറ്റി ന്യൂ സ്പീഷീസ് നമുക്ക് ഇതിൽ ഫോം ചെയ്യും. അപ്പോൾ എന്തായാലും പറഞ്ഞ എണ്ണമൊക്കെ വർഷം വർഷം മാറിക്കൊണ്ടിരിക്കും. പിന്നെ അഗൈൻ തേർഡ് പൊസിഷനിൽ വരുന്ന വെസ്റ്റേൺ ഹിമാലയാണ്. 1300 സ്പീഷീസ് അവിടെ റിപ്പോർട്ടഡ് ആണ്. പിന്നെ ഓരോ ഇന്ത്യയിലെ ഓരോ സ്റ്റേറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതാണ് സ്റ്റേറ്റ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലൈക്കൻ സ്പീഷീസ്. ഏറ്റവും കൂടുതൽ ഡൈവേഴ്സിറ്റി കാണിക്കുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ 1444 സ്പീഷീസ് നിലവിൽ റിപ്പോർട്ടഡ് ആണ്. ഇറ്റ്സ് ആക്ച്വലി ബേസ്ഡ് ഓൺ ദ റീസെന്റ് പബ്ലിക്കേഷൻ സിംഹ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചെക്ക് ലിസ്റ്റ്, ഇന്ത്യൻ ചെക്ക് ലിസ്റ്റ് ഒന്നും പറഞ്ഞു. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം കൊടുത്തിരിക്കുന്ന ആ ഒരു ടാബാണ്. ഫസ്റ്റ് പൊസിഷൻ തമിഴ്നാട്, സെക്കൻഡ് പൊസിഷൻ ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡാണ് സെക്കൻഡ് പൊസിഷനിൽ നിൽക്കുന്ന 1034 സ്പീഷീസ് ഉണ്ട്. അരുണാചൽ പ്രദേശ് തേർഡ് പൊസിഷനിൽ നിൽക്കുന്നു 884. Then fourth position Kerala. We have 816 species at till date. Then coming to the Kerala scenario, we have 816 species in Kerala. ഈ ഒരു ചെക്ക് ലിസ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഈ എണ്ണം വെച്ചേക്കുന്നത്. അത് കഴിഞ്ഞിട്ട് റീസെന്റ് ആയിട്ട് ഞങ്ങൾ അതിൽ സ്പീഷീസ് റിപ്പോർട്ട് ചെയ്തു. അപ്പം സോ 817 ആയി എണ്ണം. അപ്പോൾ അതിനെ പറഞ്ഞ എണ്ണം മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു പബ്ലിഷ് ചെയ്ത സാധനത്തിൽ 816 പറയുന്നത് അത് കഴിഞ്ഞിട്ട് എത്ര എണ്ണം വരുന്നുണ്ടോ അതനുസരിച്ച് നമ്മൾ എണ്ണം ചെയ്യാം. അതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലൈക്കൻസ് 3, അതായത് ബേസിക്കലി ലൈക്കൻസ് 3 എണ്ണമായിട്ടാണ്, അതായത് 3 ടൈപ്പായിട്ട് പറയുന്നത്. അതിൽ ഒന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സ് ആണ്, ദെൻ ഫോളിയോസ്, ദെൻ ഫ്രൂട്ടിക്കോ ഫോംസ്. ഈ 3 ഫോംസ് ആണ് നമ്മൾ ലൈക്കൻസിൽ കൺസിഡർ ചെയ്യുന്നത്. ഇതിൽ തന്നെ ക്ലസ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ എണ്ണത്തിൽ നമ്മുടെ കേരളത്തിൽ കാണുന്നത്. അതിൽ 464 സ്പീഷീസ് ആ ക്ലസ്റ്റേഴ്സ്. Then folios followed by folios forms 269, then fruticose forms with 83 species. Fruticose like in an example, അതായത് നമ്മുടെ അസ്നിയാണ് ഫ്രൂട്ടിക്കോസ് സൈക്കിളിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ. ഈ കാണുന്നത് അസ്നിയാണ്. അത് അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ ഡോമിനന്റ് ഫാമിലീസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡോമിനന്റ് ആയിട്ടുള്ള ഫാമിലി എന്ന് പറയുന്നത് ഗ്രാഫിഡേസിയ, ഫോളോഡ് ബൈ പാർമിയേസിയ, പൈസിയേസിയ, കീലോഡോമറ്റേസിയ. Then coming to the dominant genera, we have Graphis. ഏറ്റവും ഡോമിനന്റ് ആയിട്ടുള്ള ജനറ എന്ന് പറയുന്നത് ഗ്രാഫിസ് ആണ്. ഗ്രാഫിസിൽ അറൗണ്ട് 80 സ്പീഷീസോളം കേരളത്തിൽ റിപ്പോർട്ടഡ് ആണ്. ദെൻ അസ്നിയുണ്ട്. അസ്നിയയുടെ ഏതാണ്ട് 45 സ്പീഷീസ്. ഇപ്പോൾ റീസെന്റ് വെച്ച് നമ്മൾ പബ്ലിഷ് ആണ് കേരളത്തിൽ. Then we have Parvotrica. Parvotrica ഏതാണ്ട് ഒരു 38 സ്പീഷീസോളം വളരെ highest diversity, district-wise diversity നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്കൻ ഡൈവേഴ്സിറ്റി കാണുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. അത് അവിടുത്തെ ഫോറസ്റ്റിന്റെ വെൽത്താവാം, പിന്നെ അവിടുത്തെ ക്ലൈമറ്റ് ഫേവറബിൾ ആയതുകൊണ്ടും എല്ലാം കൊണ്ട് ഇതിൽ കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ഇടുക്കി ആയതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ലൈക്കൻസ് കേരളത്തിലുണ്ടെന്ന് പറയുന്നത് ഇടുക്കി. ഫോളോഡ് ബൈ പാലക്കാട് ഡിസ്ട്രിക്ട് ആൻഡ് വയനാട് ഡിസ്ട്രിക്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു ലൈക്കൻസിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യം. അടുത്തൊരു ടോപ്പിക്കിലേക്ക് വരികയാണെങ്കിൽ എക്കണോമിക് ആൻഡ് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ലൈക്കൻസ്. എന്താണ് ലൈക്കൻസിന്റെ യൂസ്? അത് രണ്ട് രീതിയിൽ നമുക്ക് ലൈക്കൻസിന്റെ യൂസസ് എന്ന് പറയാം. ഒന്ന് അതിന്റെ എക്കണോമിക്കൽ ആസ്പെക്ട് ആൻഡ് ദെൻ എക്കോളജിക്കൽ ആസ്പെക്ട്. രണ്ട് ഇതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകും. ഈ ഇതിലോട്ട് പോകണമെങ്കിൽ മുന്നേ ഇവിടെ ഒരു ചാർട്ട്, ഒരു ലൈക്കൻ്റെ ഒരു പോസ്റ്റർ വരാം. പോസ്റ്ററിനകത്ത് കുറേ അധികം ഡീറ്റെയിൽസ് ഉണ്ട്. പോസ്റ്റർ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ലാബിലൊക്കെ വന്ന സമയത്ത് കണ്ടിട്ടുണ്ടാവാം. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് എല്ലാവർക്കും കാണിച്ചു തരാം. എപ്പോഴാണ് ഓർക്കുന്നത്? അതിനകത്ത് ഫസ്റ്റ് ഇവരുടെ ഒരു റിലേഷൻഷിപ്പിന്റെ അനുഭവം അതോടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ കണ്ടീഷൻസിൽ ജീവിക്കുന്നു, വാക്കിലാണ്, ഹോട്ടലിലാണ്, ജീവികളുടെ, പിന്നെ മോശമായിട്ട് അസോസിയേറ്റ് വരുന്നുണ്ട്, സോയിലൊക്കെ കാണുന്നുണ്ട്. കാണാൻ പറ്റുന്നല്ലോ. എന്തായാലും ടോപ്പിക്കിനുള്ളിൽ
വിനയ് സാറ് ആണല്ലോക്കെ വിനയ് സാറല്ലേ പറയുന്നത്. സെക്കൻഡറി മെറ്റബോളിസം ഏറ്റവും കൂടുതൽ സെക്കൻഡറി മെറ്റബോളിസം തന്നെ വേണം നമുക്ക് ലൈക്കൻസിന് 100 മേളിൽ സെക്കൻഡറി മെറ്റബോളിസം ലൈക്കൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ലൈക്കൻ അല്ല പല ടൈപ്പ് ലൈക്കൻസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്രയും കണ്ട് സെക്കൻഡറി മെറ്റബോളിസം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. കോമൺ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റോക്സെല്ലാം ഉണ്ടാക്കി ടീലോസിസ്റ്റസ് ക്ലാരിക്കൻസ് പാമോട്ടിമ ഗ്രയാന പാമോട്ടിമ ടിൻഡോം റെട്ടിക്കുലേറ്റ് പാമോട്ടിമ റെട്ടിക്കുലേറ്റ് ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സ്പീഷീസും ഡൈസ് ആൻഡ് തിക്നെസ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈക്കൻസ് ആണ്. ലിറ്റ്മസ് പേപ്പർ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ കെമിസ്ട്രി ലാബിലേക്ക് കണ്ടിട്ടുള്ള സാധനമാണ് ലിറ്റ്മസ് പേപ്പർ. ആക്ച്വലി ലിറ്റ്മസ് പേപ്പർ ഉണ്ടാക്കുന്നത് ഒരു ഫ്രൂട്ടിക്കോസ് ലൈക്കൻ കൂടി ആ ലൈക്കൻ്റെ പേരാണ് റോക്സെല്ലാം ഉണ്ടാക്കുന്നത്. ഈ ഒരു ഇത് കാണപ്പെടുന്ന ഈ ലൈക്കനാണ് റോക്സെല്ലാം ഉണ്ടാക്കുന്നത്. ഞാനത് പാസ് ചെയ്യാം ലാസ്റ്റ് കാണിച്ചേക്കാം. ഇതാ റോക്സെല്ലാം ഉണ്ടാക്കുന്നത്. ഇതിൽ നിന്നാണ് ലിറ്റ്മസ് പേപ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് ആസ്പെക്ട് നമുക്ക് മെഡിസിനൽ യൂസ്. ഈ മെഡിസിനൽ യൂസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡ്വാൻസ്ഡ് മെഡിസിനൽ യൂസസ് ആയിട്ട് കണക്കാക്കുന്നത് ട്രഡീഷണൽ അല്ലെങ്കിൽ പഴയ ആ ഒരു പാരമ്പര്യ വൈദ്യ ആ ഒരു ഇതിൽ ഉപയോഗിച്ച് പോകുന്നത് അല്ലെങ്കിൽ ട്രൈബൽ പീപ്പിൾസിന്റെ ഇടയിലുള്ള കുറേ ആസ്പെക്ട്സ് വെച്ചിട്ടാണ് ഇത്രയധികം ലൈക്കൻസിന് നമുക്ക് എഫക്ട്സ് ഇന്ന ആസ്പെക്ട്സ് യൂസ് ചെയ്യാനുള്ള ഒരു ഇത് പറഞ്ഞു. അതിൽ തന്നെ ലൊബേറിയ പൾമണറിയ പാമീലിയ സൾക്കേറ്റ ഈ പറഞ്ഞിരിക്കുന്ന 2 ലൈക്കൻസ് നമുക്ക് ലങ് ഡിസീസിന് യൂസ് ചെയ്യാൻ പറ്റും. ഈ തന്നെ ലൊബേറിയ പൾമണറിയ എന്ന് പറയുന്നത് ഒരു ഡോക്ടറൈൻ ഓഫ് സിഗ്നേച്ചർ ആയിട്ട് കണക്കാക്കുന്നുണ്ട്. കാരണം ആ ലൈക്കിന്റെ സർഫസ് കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ലങ്സിന്റെ ആ ഒരു ആൽവിയ ആൽവിയോളെ ആ ഒരു സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ അതിന്റെ ഒരു സിമിലർ ആയിട്ടുള്ള അപ്പിയറൻസ് ഈ ലൈക്കിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ആ ലൈക്കിൽ ആ ഒരു അപ്പിയറൻസ് ആണ്. അതുകൊണ്ട് അത് ഡോക്ടറൈൻ ഓഫ് സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഡോക്ടറൈൻ ഓഫ് സിഗ്നേച്ചർ ആയിട്ട് വേറെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ക്യാരറ്റ്. ക്യാരറ്റ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു അപ്പിയറൻസ് കാണാൻ പറ്റും. അത് ക്യാരറ്റ് കഴിക്കുന്ന നമുക്ക് കണ്ണിന് ഗുണമുണ്ടെന്നുള്ള രീതിയിൽ പറയില്ല. ആക്ച്വലി കൂപ്പറായിട്ടുള്ള സാധനമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഡോക്ടർ ഓഫ് സിഗ്നേച്ചർ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ പറയും. അതേപോലെ പെൽറ്റിജിറ കാനൈന ആക്ച്വലി യൂസ് ഫോർ പ്യൂർ ട്രാവൽസ്. പേപ്പർ ടീക്ക് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എഗെയിൻസ്റ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ലൈക്കനെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഈ ലൈക്കൻസിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പട്ടിയുടെ പല്ല് പോലെ ഒരു സ്ട്രക്ചേഴ്സ് ഈ ലൈക്കൻസിൽ നമുക്ക് കാണാൻ പറ്റും. ലതാലിയ വൾപ്പിന എന്ന് പറഞ്ഞിട്ടുള്ള ലൈക്കൻ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് ഇല്ല, യൂറോപ്യൻ കൺട്രീസിലൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. ഈ ഒരു ലൈക്കൻ നമ്മൾ പോയിസൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതായത് ഇതിനെ വോൾഫ് ലൈക്കൻ എന്നാണ് വിളിക്കുന്നത്. ഇത് ഒരു പോയിസണിങ് ആയിട്ട് ആക്ട് ചെയ്യും. പിന്നെ വേറെ മെഡിസിൻ ആസ്പെക്റ്റുകളാണ് യൂസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് ഓഫ് സ്കാബിസ് ആൻഡ് ഇഞ്ചസ്. വേസ്റ്റ് ഓഫ് കാനോറിയ മസ്കസ് ആൻഡ് കോക്കോഡാർഡിയ സ്പീഷീസ് ആർ യൂസ്ഡ് ഫോർ ദിസ്. ആൻഡ് അഗൈൻ യൂസ്ഡ് ഫോർ ട്രീറ്റ്മെന്റ് ബേൺസ് ഒക്കെ പ്യൂർ ആവുന്നതാണ്. ഈ ഒരു സ്ലൈഡ് നോക്കി കാണാം. ഇവിടെ ലൈക്കൻസിന്റെ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഡിഫറെന്റ് എന്താ പറയുക കളർ നമ്മൾ റെഡ് അല്ലെങ്കിൽ ഊളൻ ഇതിലൊക്കെ കളർ ചെയ്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ്. ഇതൊക്കെ കളർ ചെയ്ത് അത് പല ലൈക്കൻസിനും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ഡൈ വെച്ചിട്ട് കളർ ചെയ്തെടുത്തിരിക്കുന്നതാണ്. ഇവിടെ കണ്ട പർപ്പിൾ ഡൈ ഓരോ ഡൈ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഓൾസോ ലൈക്ക് ആക്ടിവിറ്റീസ് ആണ് പല സ്റ്റഡീസ് സൂടാവുന്ന കോർഡിനേഷൻ. ഈ 2 ലൈക്ക് ഈ പറഞ്ഞ ആസ്പെക്റ്റിൽ യൂസ് ചെയ്യും. നെക്സ്റ്റ് ആസ്പെക്ട് ഫുഡ് ആൻഡ് ഫോൺ. അതിൽ പറഞ്ഞു പോകുന്ന ഒരു കാര്യം മന്ന, അതായത് പഴയ ഇതിലാണ്. അതായത് അന്നത്തെ പട്ടിണി ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം മീൻ ആൻഡ് ഫോൺ ഉണ്ടായിരുന്ന ആ കാലഘട്ടം അന്ന് ഭക്ഷിക്കാൻ വേണ്ടി അവൈലബിൾ ആയിട്ടുള്ള ഒരു ലൈക്ക് അത് മന്ന എന്നുള്ള ലൈക്കിലായിരുന്നു എഴുതി വെച്ചിരിക്കുന്നത്. മന്ന തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ മന്ന ലൈക്കിലാണ് ഒരു ലൈക്ക് പക്ഷേ നടന്നില്ല. സോ നമ്മളതിൻ്റെ ആൾട്ടർനേറ്റീവ് മെത്തേഡ് എന്നുള്ള രീതിയിൽ ഡ്രൈഡ് ആയിട്ടുള്ള സ്പെസിമെൻസിനെ നമ്മൾ ഒരു ലൈക്കൻ ഹൗസ് എന്നുള്ള രീതിയിൽ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ 2 ഫോട്ടോഗ്രാഫ്സ് താഴെ ഉണക്കി ഡ്രൈ ചെയ്ത് അത് അതേപോലെ അവിടെ കൊണ്ട് പ്ലേസ് ചെയ്ത് മാർക്ക് ചെയ്ത് പേരൊക്കെ എഴുതി ലേബൽ ചെയ്ത് അവിടെ സെറ്റ് ചെയ്തു. നെക്സ്റ്റ് അത് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ്. അതായത് എക്കണോമിക് ഇമ്പോർട്ടൻസ് നമ്മൾ ഇത്ര നേരം പറഞ്ഞു. ഇതിന്റെ എക്കോളജിക്കൽ ആസ്പെക്ട്. Lichens are considered as a pioneer species. It's the first organism to colonize bare rocks and extreme environment. Then it will help in the soil formation by weathering. അതായത് ഒരു റോക്കിന്റെ മേലെ ഒരു ഭാരം റോക്കിന്റെ മേലെ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഓർഗാനിസം ലൈക്കനാണ്. ഈ ലൈക്കൻസ് അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് ഇവരുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സെക്കൻഡറി മെറ്റബോളിക് കെമിക്കൽ സബ്സ്റ്റൻസസ് റോക്സ് വിതറിയും അതായത് റോക്കുകൾ പൊടിയും പൊടിഞ്ഞിട്ട് ആ സർഫസ് വേറെ ഓർഗാനിസത്തിന് പ്രൊവൈഡ് ചെയ്യുന്ന
എന്താ കാണുന്നത്? അവിടെ ഒരു സ്നേക്ക് ഉണ്ട്, മലബാർ പിറ്റ് പേപ്പർ. ആ മലബാർ പിറ്റ് പേപ്പർ അവിടെ ഇരിക്കുന്നത് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്, എന്നാൽ പോലും അവിടെ കരോട്ട സ്പീഷീസ്, ആക്ച്വലി കരോട്ട സ്പീഷീസ് ഒരു റോഡോഡെഫ്രോൺ ട്രീയുടെ മേളിൽ ഉണ്ടായിരുന്നതാണ്. ഫസ്റ്റ് ഞാൻ ഇപ്പോൾ ലൈറ്റ് കളക്ട് ചെയ്യാൻ വേണ്ടി ചെറുത് കയ്യിൽ ടൂളാണ് ഈ സാധനത്തിൽ ഞാൻ കണ്ടത്. അപ്പോൾ അത് അതിൻ്റെ സറൗണ്ടിങ് എനിക്ക് എന്താ പറയുക, ഇവരുടെ പ്രൊഡക്റ്റേഴ്സ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും. പിന്നെ ആ ലെഫ്റ്റിൽ കാണുന്ന ഒരു പിക്ചർ ഉണ്ട്, ആ പിക്ചറിലുള്ള ഒരു ഇൻസെക്ട് ആണ്. സൂക്ഷ്മം കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസെക്ട് ആണ്. ഈ ഇൻസെക്ട് ആക്ച്വലി മിമിക് ചെയ്തിരിക്കുന്നത് അവിടെ ആ ഇൻസെക്ട് ഉള്ളതായിട്ട് പോലും കാണാൻ പറ്റില്ല. അത്ര കണ്ട് അവർ മിമിക് ചെയ്തിട്ട് അവിടെ ആ ഒരു അവരുടെ സറൗണ്ടിങ്ങിൽ മിമിക് ചെയ്തിരിക്കും. ആ കാണുന്നത് പൈസീസ് അല്ലെങ്കിൽ പെട്രോളിനെ ലൈക്കാണ്. പെട്രോളിനെ നമ്മൾ യൂസ് പറഞ്ഞിട്ടുള്ളൂ, അല്ലെ ടൈം തരില്ല. ഇത് കളക്ഷൻ ഓഫ് ലൈക്സ് പറയുന്നത് നമ്മൾ എങ്ങനെ ലൈക്കിനെ ഫീൽഡിൽ നിന്ന് കളക്ട് ചെയ്യും. ഫോട്ടോഗ്രാഫ്സ് ആണ് കളക്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ. നമ്മൾ കളക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂൾസ് പേപ്പർ കവർ, സിഗ്നേച്ചർ, ഫീൽഡ് ബുക്ക് വേണം, മൾട്ടിമീറ്റർ, പേപ്പർ, സിസേഴ്സ്, ഫീൽഡ് ലൈറ്റ്സ്, സിസേഴ്സ്, പെൻ. പിന്നെ ഇത് ഫീൽഡ് ബുക്കിൻ്റെ മോഡലാണ്. ഈ ഫീൽഡ് ബുക്ക് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ ഫീൽഡ് ബുക്കിൽ നമ്മൾ നമ്മുടെ ഡാറ്റാസ് ഡീറ്റെയിൽസ് നമ്മൾ നോട്ട് ചെയ്തു. അത് തന്നെ അതിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ പറയാം, ഓരോന്നും പറയുന്നില്ല. പിന്നെ നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂഷ്വലി നല്ലൊരു ക്വാണ്ടിറ്റി നമ്മൾ കളക്ട് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ കളക്ട് ചെയ്യുന്ന ഒരിക്കലും ഒരു കാരണവശാലും പൊടിച്ച് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു എൻ്റെ സർഫസ്, അതായത് അതിൻ്റെ ബൗണ്ടറി എവിടെ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റും. ആ ബൗണ്ടറി മൊത്തത്തോടെ എടുക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ ആ മെറ്റീരിയൽ നമുക്ക് യാതൊരു പ്രയോജനം ഐഡന്റിഫിക്കേഷൻ പർപ്പസിലോട്ട് വന്നിട്ട് നമുക്കൊരു കാര്യം കാണാം. പിന്നെ എങ്ങനെ വെർബേൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും? ലൈക്കിൻ്റെ വെർബേൽ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് കോഴ്സിങ്ങിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് നമ്മൾ ഡ്രൈ പ്രിസർവേഷൻ ആണ് ഫോളോ ചെയ്യാറ്. അതിൽ തന്നെ എയർ ഡ്രൈ ആവാം, സൺ ഡ്രൈ ആവാം, ഓവൻ ഡ്രൈ ആവും. ഓവൻ ഡ്രൈ ആണെങ്കിൽ 50 മുതൽ 60 സെൽഷ്യസിൽ ഒരു 1 or 2 വീക്സ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ലൈക്കൻസിനെ ഫുള്ളി മോയ്സ്ചർ ഫ്രീ ആക്കിയിട്ട് നമുക്ക് അവരായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം. ഇതാണ് സർവേരിയം പാക്കറ്റ് ഉണ്ടാക്കുന്ന മോഡൽ. ഓൾമോസ്റ്റ് സർവേരിയം ഉണ്ടാക്കുന്ന ആ ഒരു സെയിം പാക്കറ്റ് തന്നെയാണ്. അതിൽ ലേബൽ ഉണ്ടോ, ലേബൽ നമ്മൾ ലാസ്റ്റ് അതിൻ്റെ മേളിൽ പേസ്റ്റ് ചെയ്യും. എടുത്തില്ല, പാക്കറ്റ് എടുത്തില്ല. അപ്പോൾ അതൊരു ലേബൽ ഉണ്ടാ ലേബൽ നമ്മൾ ലാസ്റ്റ് ഇവിടുത്തെ ലൈക്കൻ സർവേരിയാണ്. ഇവിടെ ഇതേപോലെ ഈ പറഞ്ഞ ലൈക്കൻസ് ഇന്ത്യൻ പാക്കറ്റാക്കി പാക്ക് ചെയ്തിട്ട് ഒരു ബോക്സിലുള്ളോട്ട് നമ്മൾ അടിച്ചു വെക്കും. ഈ ബോക്സ് ആസൻസ് നമ്മൾ എടുത്തിട്ട് സ്റ്റീൽ അലമാരയുടെ ഉള്ളിൽ കീപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ യൂഷ്വലി ഫോളോ ചെയ്യുന്ന ഒരു പ്രാക്ടീസ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, അതാണ് പറഞ്ഞ ലൈക്കൻ പാക്കറ്റ്. നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ലൈക്കൻ പാക്കറ്റ്സ് ആണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിൽ കാണാം ഇഷ്ടമായ ഡീറ്റെയിൽസ് അതിൻ്റെ വേർഡ് നമ്മൾ പേസ്റ്റ് ചെയ്ത് ലേബലായിട്ട് പേസ്റ്റ് ചെയ്ത് വെക്കും. ആളുടെ നെയിമും സ്പീഷീസിൻ്റെ നെയിമും ഫാമിലി ഏതാണ്, ലൊക്കാലിറ്റി എവിടെ നിന്ന് കളക്ട് ചെയ്ത സ്ഥലത്തിൻ്റെ ഓൾട്ടിറ്റ്യൂഡ്, കളക്ട് ചെയ്ത സബ്സ്ക്രൈബ്, ഡേറ്റ്, ഫീൽഡ് നമ്പർ, കളക്ട് ചെയ്ത ആര്, പിന്നെ നോട്ട്സ് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് നോട്ട്സ് ഉണ്ടെങ്കിൽ അത് അത് തുറന്നു കഴിഞ്ഞാൽ അതിനൊരു കട്ടിയുള്ള ഒരു കാർഡ്ബോർഡ് പോലത്തെ ഒരു പേപ്പർ സാധനം വെക്കും. ഫൗണ്ടൻ കാർഡിൻ്റെ മോളിൽ അങ്ങനെയൊക്കെ ഐഡന്റിഫിക്കേഷൻ എങ്ങനെയാണ് ഫുൾ ഡീറ്റെയിൽ എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് പറയാം. നമ്മൾ കിട്ടുന്ന നമ്മുടെ സ്പെസിഫൈ നമ്മൾ ഫസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യും. സെഗ്രിഗേറ്റ് ചെയ്ത് മാറ്റി വെക്കുന്നത് അത് ബേസിക്കലി യൂണിഫോം, മോർഫോളജിക്കൽ സിമിലാരിറ്റി, ബോഡി ബോഡി സബ്സ്ട്രേറ്റ്, ഇത്ര ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്യും. Then we will prepare the description mainly based on chemical characters, anatomical characters and morphological characters. ഈ മൂന്ന് ക്യാരക്ടറിനെ ബേസ് ചെയ്ത് നമ്മൾ ഒരു ചെറിയ ഡിസ്ക്രിപ്ഷൻ പ്രിപ്പയർ ചെയ്യും. Then we will run through the keys. Then we will search for a species, ആയ species compare with the existing descriptions of the species. ഇതാണ് നമ്മൾ യൂഷ്വലി ഒരു സ്റ്റെപ്സ് ഫോളോ ചെയ്യുന്ന ഐഡന്റിഫിക്കേഷൻ. പിന്നെ ലൈക്കൻ ഐഡന്റിഫിക്കേഷൻ കിറ്റ്സ്, അതായത് നമ്മൾ ലൈക്കൻ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ട സാധനങ്ങൾ കെമിക്കൽസ് ആണ്. അത് മൂന്ന് കെമിക്കൽ പറയുന്നത് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്, കാൽഷ്യം ഹൈഡ്രോക്ലോറൈഡ്, PD, ഫെനിലിൻ ഡയമൈനുമാണ്. അതൊന്നും ഡീറ്റെയിൽ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ അത് നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ കളർ സ്പോട്ട് ടെസ്റ്റുകളും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ബുക്സ്, ഈ ഒരു ബുക്കാണ് നമ്മൾ കോമൺലി ഇന്ത്യൻ മാക്രോ ലൈക്കൻസിൻ്റെ ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബുക്ക്. Then again we have classified lichens of India. The identification യൂസ് ചെയ്യുന്ന ടൂൾസ് ആണ്. സ്റ്റീരിയോ മൈക്രോസ്കോപ്പ് വേണം. Then again സെക്ഷൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൈക്രോഗ്രാം കോമൺ മൈക്രോസ്കോപ്പ് ആവശ്യമാണ്. Then we will have a UV cabinet. ഈ UV cabinet ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് UV ഉള്ള കോമ്പൗണ്ട്സ് ഉള്ള ലൈക്കൻസ് ഉണ്ടാവും. ആ ലൈക്കൻസിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ UV cabinet നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലിറ്ററേച്ചേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലൈക്കൻ ഐഡന്റിഫിക്കേഷൻ യൂസ് ചെയ്യുന്ന ലിറ്ററേച്ചേഴ്സ് ഈസിലി നമ്മൾ യൂസ് ചെയ്യുന്ന മാക്രോലൈക്കൻ, കമ്മിറ്റി ഓഫ് മാക്രോലൈക്കൻസ് ഓഫ്
it's written by D.D. Awasthi. Then micromolecular key ഉണ്ട്, അതും അവാസ്തിയുടെ അവസാനത്തെ key ഉണ്ട്, ആ key നമ്മൾ യൂസ് ചെയ്യും. Then again chemistryക്ക് വേണ്ടിയിട്ട് നമുക്ക് ഓറഞ്ച് ആൻഡ് ജെയിംസിന്റെ ഒരു ബുക്ക് ആണ്. നമ്മളിവിടെ കോമൺലി ലൈക്ക് ആയിട്ട് യൂസ് ചെയ്യുന്ന ലിക്വിഡ് ലിക്വിഡ്. Then നമ്മൾ ലൈക്കിന്റെ ഐഡന്റിഫിക്കേഷൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഈ അടുത്തൊരു നിങ്ങളുടെ സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ലൈക്കൻസിനെ ക്ലാസിഫൈ ചെയ്യും. അതിൽ തന്നെ ലൈക്കൻസിനെ നമുക്ക് ഡിഫറെന്റ് ഇതായിട്ട് കാലത്തിന്റെ ഫീച്ചർ വെച്ചിട്ട് നമുക്ക് പല ഇതായിട്ട് പഠിക്കാൻ പറ്റും. അതിൽ മെയിൻലി പറയുന്നത് 3 സെപ്പറേഷൻ, 3 തിരിയുമ്പോൾ പറയുന്നത് ഒന്ന് ക്രസ്റ്റോസ് ലൈക്കൻ, ദെൻ ഫോളിയോസ് ലൈക്കൻ, ദെൻ ഫ്രൂട്ടിക്കോസ് ലൈക്കൻ. ഇതെല്ലാം ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ ക്രസ്റ്റോസ് ക്രസ്റ്റ് ലൈക്ക് ലെയറാണ്, ലെയറായിട്ട് അതിന് കാണുന്നത് ഗ്രോയിങ് പാറ്റേൺ സ്ട്രോങ് ടു സബ്സ്ട്രേറ്റ്, അതായത് സബ്സ്ട്രേറ്റ് ആയിട്ട്, അതായത് ഇതൊരു ക്രസ്റ്റോസ് ലൈക്കനാണ്. ഇത് ഈ ഒരു സർഫസിലോട്ടേക്ക് ടൈറ്റ്ലി അറ്റാച്ച് ചെയ്താണ് നോർമൽ ലൈക്കൻ. നമുക്ക് ഈ ക്രസ്റ്റോസ് ലൈക്കൻസിനെ ഒരിക്കലും നമുക്ക് അടർത്തി ആ ലൈക്കനെ മാത്രമായിട്ട് എടുക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ഒരു റോക്കിന്റെ പീസോട് കൂടിയിട്ടാണ് നമ്മൾ ഈ സാധനത്തെ കളക്ട് ചെയ്യുക. അങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ക്രസ്റ്റോസ് ലൈക്കൻ. അല്ലെങ്കിൽ ഫോളിയോസ് ലൈക്കൻ, സ്ട്രീറ്റ് ലൈക്ക് പാരലൽ യൂസ്ലി അറ്റാച്ച്ഡ് ടു ദ സർഫസ്. അതിന് അപ്പർ ആൻഡ് ലോവർ സർഫസ്, അതായത് അപ്പർ കോർട്ടെക്സ് ലോവർ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പർ കോർട്ടെക്സ് ലോവർ കോർട്ടെക്സ് ഉണ്ടാവും. Then again, usually attached to the surface of substrate by help of rhizines. Rhizines are attachment organs. Our root-like attachment organs are rhizines. Like this, our attachment organs are rhizines. Then again, fruticose lichen. Fruticose lichen example of Asnia. So, we have to look at the Asnia specimen. This specimen is upper complex and lower complex distributed. That is actually cylindrical section cross-section round ആയിട്ട് നമ്മൾ സ്റ്റെമ്മിന്റെ സെക്ഷൻ എടുക്കുമ്പോൾ ഉണ്ടാവും. സോ അതിൽ അപ്പർ കോർട്ടെക്സ് ലോവർ കോർട്ടെക്സ് എന്നുള്ള ഒരു തിരിവ് കാണിക്കും. Then again, splitting of parallel branches growing vertically or high. സാധാരണ നമ്മൾ ചില്ലി പൊക്കെ ചെയ്യുന്നതിന് വളരാം. Then again, often forming shrubby hair-like or branching structures. They have no clear upper or lower surfaces and attached to a ഇതിന്റെ പോയിന്റാണ് ഇത് സബ്സ്ട്രേറ്റ് അറ്റാച്ച് ചെയ്യുന്നത്. Then ഇതാണ് അതിന്റെ ഒരു ഡിഫറൻസ് differences. Shape wise ആണ് ക്രസ്റ്റ് ലൈക്ക് ഫ്ലാറ്റ് ആയിരിക്കണം, ക്രസ്റ്റോസ് ലീഫി അല്ലെങ്കിൽ ലോങ്ഡ് ആണ്. ഫ്രൂട്ടിക്കോസ് പറയുമ്പോൾ ബുഷി അല്ലെങ്കിൽ സ്hrubby ടൈപ്പ് ആയിരിക്കും. Then again അറ്റാച്ച്മെന്റ് പറയുന്നത് ക്രസ്റ്റോസ് ലൈക്ക് ടൈറ്റ്ലി ഫിക്സ്ഡ് ആയിരിക്കും. ഫോളിയോസ് ലൂസ്ലി അറ്റാച്ച്ഡ് ആണ്. ഫ്രൂട്ടിക്കോസ് പറയുമ്പോൾ സിംഗിൾ പോയിന്റ് അറ്റാച്ച്മെന്റ്. ഈ സർഫസ് നോ ഡിസ്റ്റിങ്ക്ട് സർഫസസ്, അതായത് അപ്പർ കോർട്ടെക്സ് ലോവർ കോർട്ടെക്സ് ക്രസ്റ്റോസിൽ കാണാൻ പറ്റില്ല. ഫോളിയോസിലോട്ട് വരുമ്പോൾ അപ്പർ ലോവർ സർഫസ് സെപ്പറേറ്റ് ആയിട്ട് തിരിച്ച് കാണാം. ഫ്രൂട്ടിക്കോസ് വന്നു കഴിഞ്ഞാലും അങ്ങനെ സെപ്പറേഷൻ കാണാൻ പറ്റും. റിമൂവൽ ഡിഫിക്കൽട്ട് ആണ്. ക്രസ്റ്റോസ് നമുക്ക് എടുക്കാം, ഫീൽഡ് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി രണ്ടും ഈസിയാണ്. ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ അനാട്ടമിക്കൽ ഡിഫറൻസസ് കാണാം. ഈ 3 പിക്ചർ നോക്കിയാൽ ആദ്യത്തെ ഒരു ക്രസ്റ്റോസ് ലൈക്കന്റെ ഒരു അനാട്ടമിയാണ്. Then again ഫോളിയോസ് ലൈക്കൻ, ഫ്രൂട്ടിക്കോസ് ലൈക്കൻ. അതില് ഈ കാണുന്നതാണ് ഇതിന്റെ ആളുകൾ. എങ്ങനെയാണ് ലൈക്കൻ നോക്കുക, അവിടെ ആളുകൾ കാണിക്കുന്നുണ്ട്. ആ അതിനിടെ കൂടെ കാണുന്നതാണ് ഫംഗൽ ലൈക്കൻ. അവിടെ കാണുന്നതിൽ ക്രസ്റ്റോസ് താലസ്, ഫോളിയോസ് താലസ്, ദെൻ ഫ്രൂട്ടിക്കോസ് താലസ്. ഇനി ഈ പറഞ്ഞ 3 അല്ലാണ്ട് വേറെ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതായത് വേറെ കുറച്ച് സെപ്പറേഷൻ തിരിവുകളോട് ഇതിനകത്ത് പറയുന്നുണ്ട്. ആ പറയുന്ന 3 ടൈപ്പുകളാണ് ലെപ്രോസ്. 4 ലെപ്രോസ് എന്ന് പറയും ഒരെണ്ണം. പിന്നെ ഒന്ന് മക്കോഡിയോയിഡ്, ഒന്ന് സ്പാമിനോസ്, then again ഡൈമോർഫിക് താലസ്. പൗഡറി ഓർ ഗ്രാസ് താലസ് ഞാൻ പറഞ്ഞ മറ്റേ ആന്തോസിറോസിന്റെ കേസ് ഞാൻ പറഞ്ഞതാണ്. കാളോണിയ എന്ന് പറഞ്ഞ ലൈക്കാണ്. ആ കാളോണിയ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു താലസിൽ 2 ഭാഗങ്ങളാണ്. ഒന്നൊരു ലോവർ സർഫസ് കാണും. ഈ ലോവർ സർഫസ് എന്ന് പറയുന്നത് ആക്ച്വലി ഫോളിയോസ് ലൈക്കനുമായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നു. ഫോളിയോസ് പോലെ ആയിരിക്കും ലോവർ സർഫസ്. ഈ ലോവർ സർഫസിൽ ഒരു ഇറക്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആന്തോസിറോസിൽ കാണുന്ന അതേപോലെ ഒരു സ്ട്രക്ചർ മുകളിലോട്ടേക്ക് ഫോം ചെയ്യും. ഈ ഒരു സ്ട്രക്ചറാണ് അവർ ഫ്രൂട്ടിക്കോസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ക്യാരക്ടേഴ്സ്, അതായത് ഫോളിയോസിന്റെ ഫ്രൂട്ടിക്കോസിന്റെ കൂടെ ക്യാരക്ടർ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫോമാണ് ഈ ഡൈമോർഫിക് ഫോം കാണുന്നത്. ഇനി അതിന്റെ മേലാണ് അപ്പോദീഷ്യ പോലുള്ള സ്ട്രക്ചേഴ്സ് കാണാൻ പറ്റും. ഫ്രൂട്ടിംഗ് ബോഡി അതിന്റെ ഫോട്ടോഗ്രാഫ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്രസ്റ്റോസ് ആണ്, ഫോളിയോസ് ലൈക്കൻസ്, ഫ്രൂട്ടിക്കോസ് ലൈക്കൻ.
അതൊരു അസ്മിയ സ്പീഷീസ് ആണ്. ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ടീലോസിസ്റ്റസ് എന്ന് പറഞ്ഞ ഓറഞ്ച് കളർഡ് ആയിട്ടുള്ള ലൈക്കിന്റെ കാര്യമാണ്. ഈ കാണുന്നത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന രണ്ടെണ്ണം ക്രസ്റ്റോസൊക്കെ, അതിന്റെ അപ്പുറത്ത് കാണിക്കുന്ന പോളിയോസ് ആണ്. ഇത് ഫ്രൂട്ടിക്കോസ് ലൈക്കൻസ്. ആ ഒരു ഡിഫറൻസ് പിക്ചർ കാണുമ്പോൾ മനസ്സിലാവും തോന്നുന്നു. സ്പെഷ്യൽ ഫോംസ് ആയിട്ട് പറയപ്പെടുന്നത് ലെപ്രോസ് ഫോംസ് ഉണ്ട്. ലെപ്രോസ് പൗഡർ ചെയ്യാൻ ഞാൻ പറഞ്ഞു. ആ ഒരു നമുക്ക് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലോട്ടേക്ക് പൗഡർ, ചോക്കിൻ്റെയൊക്കെ പൗഡർ നമ്മുടെ കയ്യിൽ എത്തുന്ന പോലെ പറ്റി വരും. അതാണ് ലെപ്രോസ് ലൈക്കൻസ് പറയുന്നത്. പ്ലക്കോഡിയോൺ ലൈക്കൻസ്, അതിൽ ഞാൻ പറഞ്ഞത് ഔട്ടർ സോണിൽ പ്രോഡിയോസ് ടൈപ്പ്, സെൻട്രൽ സോണിലോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ക്രസ്റ്റോസ് പോലെയാണ് ഇരിക്കുന്നത്. രണ്ടിൻ്റെയും കൂടെ ഒരു ലൈക്കൻസിന്റെ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ സബ്സ്ട്രേറ്റ്, അതായത് ഈ ലൈക്കൻ എവിടെ വളരും അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ലൈക്കൻസിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫോർട്ടിക്കോളസ്, റാമിക്കോളസ്, ആക്സിക്കോളസ്, then മ്യൂസിക്കോളസ്, പോളിക്കോളസ്, ടെറിയ എന്ന് പറഞ്ഞാൽ റൈസിൻസ് പോലെ തന്നെ ഇത് ലോവർ സർഫസിലാണ് റൈസിൻ വരുന്നത്. പക്ഷേ സീലിയ ഒരു മാർജിനൽ സോണിൽ നിന്ന് പുറത്തോട്ടേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചേഴ്സ് ആണ്, ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ്. ദെൻ ആ സീലിയൊക്കെ പൾവേറ്റ് സീലിയസ് ഉണ്ടാവാം. ദെൻ അഗൈൻ റൈസിൻസ് കൂടെ കാണാം. ഇതാണ് റൈസിൻസ് എന്ന് പറയുന്ന സ്ട്രക്ചേഴ്സ്. ദെൻ അഗൈൻ ബിയോണ്ട് ടൊമറ്റം, അത് ആക്ച്വലി ഒരു ഹെയർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്, ലോവർ സർഫസിൽ ഉണ്ടാകുന്നതാണ്. റൈസിൻസിന് പകരമായിട്ട് ഫോം ചെയ്യുന്നത്. ദെൻ അഗൈൻ ബിയോണ്ട് സൈഫല്ലേ, സ്യൂഡോസിഫല്ലേ, അങ്ങനെ പല സ്ട്രക്ചേഴ്സ് നമുക്ക് ലൈക്കൻസിൽ കാണാം. ലൈക്കൻ ജീനസ് പാർമീലിയ. ഇതിന്റെ ഒരു സിസ്റ്റമാറ്റിക് പൊസിഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ പാർമീലിയ എന്ന് പറയുന്ന ലൈക്കൻ ആക്ച്വലി വരുന്ന ഒരു കിങ്ഡം ഫഞ്ചൈലാണ്. ദെൻ ഫൈലം മാസ്റ്റോമൈക്കോട്ട, ദെൻ ക്ലാസ് ലെക്കനോറോമൈസീസ്, ഓർഡർ ലെക്കനോറൈസ്, ദെൻ ഫാമിലി പാർമീലിയേസിയ ആൻഡ് ജീനസ് പാർമീലിയ. ഇനി പാർമീലിയോൺ ലൈക്കൻസിനെ കുറിച്ച് നമ്മൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അറൌണ്ട് 200 സ്പീഷീസ് പാർമീലിയോൺ ലൈക്കൻസ് ഉണ്ട്. Then common genus coming under the Parmelia lichens are Bulbothrix, Canna maculina, Canna parmelia, Everniastum, Flava parmelia, Flava punctilia, Hypotrachina, Mylacrova, Parmelia, Punctilia, Relicina, Marmotrima, Relicinopsis, Santa parmelia. കുറേ അധികം ജീനസുകൾ കൂടി ചേർന്ന ഒരു എൻറ്റൈറ്റിനാണ് പാർമീലിയോൺ ലൈക്കൻസ് എന്ന് വിളിക്കുക. കമ്മിങ് അണ്ടർ ഫാമിലി പാർമീലിയേസി. ഇതിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറയുന്നത് പാർമീലിയ എന്ന് പറയുന്ന ഒരു ജീനസിനാണ്. ഈ പാർമീലിയ എന്ന് പറയുന്ന ജീനസ് ആക്ച്വലി മുമ്പത്തെ, അതായത് പഴയ ക്ലാസിഫിക്കേഷൻ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻസുലേറ്റോ, അതായത് പഴയ ഒരു ബ്രോഡ് സെൻസ് എന്ന് പറയുന്നത് ടാക്സോണമിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ടേമാണ്. സോ പാർമീലിയ സെൻസുലേറ്റോ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് പോകുന്നിരുന്ന ഒരു സാധനമാണ് പാർമീലിയ സെൻസുലേറ്റോ. അതിൽ നിന്നും ഇപ്പൊ നമ്മൾ പാർമീലിയ സെൻസു സ്ട്രിക്റ്റോ, അത് ഇൻ ദ സ്ട്രിക്ട് സെൻസ് എന്നുള്ള രീതിയിലോട്ടേക്ക് മാറ്റിയപ്പോൾ കണ്ടമാനം സ്പീഷീസുകൾ, പാർമീലിയയിൽ ഉണ്ടായിരുന്ന കണ്ടമാനം സ്പീഷീസുകൾ ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടു. ഈ പറഞ്ഞിരിക്കുന്ന ഓരോ ജീനസുകളിലോട്ടേക്കും പാർമീലിയയിൽ നിന്നും പല സ്പീഷീസുകൾ അല്ലെങ്കിൽ പല സ്പീഷീസുകൾ മാറി ഈ പുതിയ ജീനസുകളിലോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തു ബേസ്ഡ് ഓൺ മോർഫോളജി, അനാട്ടമി ആൻഡ് മോളിക്കുലർ സ്റ്റഡീസ്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പാർമീലിയയിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ നിൽക്കുന്നത് റാമോട്രിമ എന്ന് പറഞ്ഞൊരു ജീനസിനാണ് ഉള്ളത്. അപ്പോൾ ഫോർ ദ ടൈം ബി മാത്രം ആലോചിച്ചാൽ മതി, നിങ്ങളുടെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടു. പിന്നെ സ്ട്രക്ചർ ഓഫ് പാർമീലിയ. പാർമീലിയ എന്ന് പറയുന്ന ഒരു ഫോളിയോസ് ലൈക്കനാണ്. അതിന് നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റും. അപ്പർ കോംപ്ലക്സ് ഉണ്ടാവും, ലോവർ കോംപ്ലക്സ് ഉണ്ടാവും, ദെൻ അഗൈൻ റൈസിങ്സ് എന്ന സ്ട്രക്ചർ ഉണ്ടാവും, ദെൻ സീലിയ ഉണ്ടാവും. പാലസിന്റെ ക്യാരക്ടർ പറയുന്നത് ഫ്ലാറ്റൻഡ് ആണ്, ലീഫ് ലൈക്ക് ആണ്, ലോബ്ഡ് ആണ്, സർഫസിൽ നിന്ന് അതിനെ പെട്ടെന്ന് നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും. ഇതിന്റെ മാർജിൻസ്, ഇതിന്റെ മാർജിനൽ പോർഷൻസ് നോക്കി കഴിഞ്ഞാൽ മാർജിനൽ ഏരിയ എൻഡർ ആവും, മാർജിൻസിൽ സീലിയ ഉണ്ടാവും, സീലിയ ഉണ്ടാവും. Color of the grey to grey, green, then brownish grey. ഈ ഒരു കളറിലാണ് യൂഷ്വലി പാർമീലിയ എന്ന് പറയുന്ന ലൈക്കൻ കളർ. അതിൽ തന്നെ താലസിൽ ഇസിഡിയ, സോളിഡിയ, ഡാറ്റേസ് ഇങ്ങനത്തെ സ്ട്രക്ചേഴ്സ്, അതായത് വെജിറ്റേറ്റീവ് പ്രോപ്പർട്ടീസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം അതും ഉണ്ടാവാം, അതും അതിന്റെ പ്രസൻസ് ഓർ ആബ്സെൻസ്. പിന്നെ സ്യൂഡോസെഫല ഉണ്ട്, എഫിബറേറ്റ് ഓർ ലീനിയർ ആയിട്ട് സ്യൂഡോസെഫല. സ്യൂഡോസെഫല എന്ന് പറഞ്ഞ സ്ട്രക്ചർ വൈറ്റ് സ്പോട്സ് ആണ് actually involved in the gas exchange. Then in the lower surface, പാർമീലിയുടെ lower surface എന്ന് പറയുന്നത് black to pale brown colored ആണ്. റൈസിൻസ് ഉണ്ടാവും, നേരത്തെ അറ്റാച്ച്മെന്റ് ഓർഗൻസ് ആണ് റൈസിൻസ്. റൈസിൻസ് കാണാൻ പറ്റും. ഈ റൈസിൻസ് തന്നെ സിമ്പിൾ ഫർക്കേറ്റ് ബ്രാഞ്ചിലും ഡൈക്കോട്ടോക്സിക് ബ്രാഞ്ചിലും എക്സെട്ര, അത് ബ്ലാക്ക് കളർഡ് വരും. Then again ഇതിന്റെ reproductive structure എന്ന് പറയുന്നത് അപ്പോതീഷ്യ.
Apothecia will be laminar, sessile to stipitate, and is rarely perforated. Then അതിന്റെ ഓരോ ഇത് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡുകളിൽ കാണാം. പിന്നെ ആസൈ എന്ന് പറയുന്നത് സ്പോർ ആസ്കോസ്പോർസ് ഉണ്ടാവുന്ന ആ ഒരു സ്ട്രക്ചറാണ് ആസൈ എന്ന് വിളിക്കുന്നത്. ആസൈ will be cylindrical and contain 8 spores. സ്പോറിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എലിപ്സോയിഡൽ ഷേപ്സ് ആണ് and will be brown color. And chemistry എന്ന് പറയുന്നത് കെമിസ്ട്രി ഐഡന്റിഫിക്കേഷൻ, നമ്മൾ ലൈക്ക് ഐഡന്റിഫൈ ചെയ്യുമ്പോൾ കെമിസ്ട്രി ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണ്. അപ്പോൾ ഇന്ന കെമിക്കൽ സൈക്കിൾ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ പർട്ടിക്കുലർ സ്പീഷീസ് അതാണെന്ന് കൺഫേം ചെയ്യും. സോ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കെമിക്കൽസ് ആണ്. അൾട്രാനോലിൻ ഉണ്ട്, സലാസിനിക് ആസിഡ്, മോണോസലാസിനിക് ആസിഡ്, ഗൈറോഫോറിക് ആസിഡ്, ലെക്കനോണിക് ആസിഡ്. ഇത്തരം ഇതുവല്ല ഇതിനപ്പുറം കെമിക്കൽ നമുക്കുണ്ട്. മേജറായിട്ട് കാണപ്പെടുന്നത് ഇത്തരമാണ്. Then again the thalamus can be divided into upper cortex, argal layer, medulla and lower cortex. Purely based on anatomy. Anatomy consider ചെയ്തിട്ട് ഒരു ലൈക്ക് ഫാർമില ലൈക്ക് നമ്മൾ ഫാർമിലിയ ലൈക്ക് കൺസിഡർ കട്ട് ചെയ്ത ഇന്റർസെക്ഷൻ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്ത ഇത്രയും ലെയേഴ്സ് നമുക്ക് അതിൽ കാണാൻ പറ്റും. അതിൽ ആദ്യം പറയുന്നത് അപ്പർ കോർട്ടെക്സ് ആണ്. അപ്പർ കോർട്ടെക്സ് പ്രൊട്ടക്റ്റീവ് ഔട്ടർ ലെയർ ആയിട്ട് ആക്ട് ചെയ്തു. ഡെൻസ്ലി പാക്ഡ് ഓഫ് ഫംഗൽ ഹൈഫ. ഫംഗൽ ഹൈഫയുടെ ഡെൻസ്ലി പാക്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നമ്മൾ upper cortex to live. Then again we have an algal layer below that. Then the algal layer, usually a green algae, and the species genus is Traboxia. ഈ Traboxia എന്ന് പറയുന്ന ഒരു ആൽഗയാണ് നമുക്ക് ഇവിടെ അസോസിയേഷനിൽ കാണപ്പെടുന്നത്. And they perform photosynthesis. Algal cells are loosely packed in the fungal hyphae. Then we have another layer, medulla. It's actually made up of a loosely woven fungal hyphae and they store water and nutrients. Then we have a lower cortex. ഏറ്റവും അവസാനം കാണുന്ന ലെയർ ആണ് ലോവർ കോർട്ടെക്സ്. And so actually made up of compact layer of fungal hyphae. ഈ ഒരു പോർഷനിലാണ് റൈസിൻസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. And the rhizines will help in attachment and anchorage. The homeomerous condition and heteromerous condition എന്ന് പറഞ്ഞൊരു രണ്ട് ടൈപ്പാണ് അനാട്ടമിയിൽ നമ്മൾ പറയുന്നതാണ്. അതിൽ തന്നെ ഹോമിയോമെറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽഗൽ സെൽസ് അൺഈവൻ ആയിട്ട് ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. താലസിൽ എൻ്റെ താലസിൽ ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ആൽഗൽ സെൽസ് കാണാൻ പറ്റും ഫംഗൽ ഹൈഫൈഡ് ആയിട്ട്. ആൻഡ് അഗെയിൻ ഹിയർ ഹെട്രോമിയറസ് കണ്ടീഷൻ. ഈ ഹെട്രോമിയറസ് കണ്ടീഷന്റെ എക്സാമ്പിൾ ആണ് ഫാർമിലിയ. കാരണം നമുക്ക് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്ത് നമുക്ക് ഓരോ ലെയറുകൾ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പർ കോർട്ടെക്സ് കാണാം. ദെൻ അഗെയിൻ ആൽഗൽ സോൺ വിത്ത് ലൂസ്ലി woven ഫംഗൽ ഹൈഫൈ കാണാം. ദെൻ അഗെയിൻ മെഡുല്ല fully fungal hyphae ആയിട്ടുള്ള loosely woven fungal hyphae. Again lower cortex tightly packed ആയിട്ടുള്ളതാണ്. Then അവിടുത്തെ lower cortex ൽ നിന്ന് റൈസിൻസ് ഒറിജിനേറ്റ് ചെയ്തു. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇതിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഇമേജ് ആണ്, 3D ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിക് ഇമേജ്. ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോരോ ലെയർ നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാം. ഈ കാണുന്ന ടോപ്പിലെ ലെയർ അപ്പർ കോർട്ടെക്സ്, താഴത്ത് ആൽഗൽ സോൺ. Then again you have loosely woven hyphae, fungal hyphae. അത് നമ്മൾ മെഡുല്ല എന്ന് വിളിക്കുന്നു. Again ഇവിടെ താഴത്ത് ലോവർ കോർട്ടെക്സ്. ഇത്ര ഏരിയാസ് നമുക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് ഇതിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒരു റെപ്രസെന്റേഷൻ എങ്ങനെയാണ് താഴത്തിൽ ഓരോ ഏരിയ നമുക്ക് മാറ്റി വെക്കാൻ പറ്റും. ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ ഏരിയാസും ഇതിൽ കാണാൻ പറ്റും. ഇതിനകത്തെ ഫ്രൂട്ടിംഗ് ബോഡി, അതായത് റീപ്രൊഡക്ഷൻ, ലൈഫിന്റെ റീപ്രൊഡക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നതിന്റെ ഫ്രൂട്ടിംഗ് ബോഡി എന്നാണ് നമ്മൾ പറയാം. ഈ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. വിൽബിയൻ അപ്പോതീഷ്യ, ഓരോ പെരിതീഷ്യ. നമുക്കിവിടെ അപ്പോതീഷ്യ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം ഫാർമിലിയ എന്ന് പറയുന്ന ആ ജീനസില് അപ്പോതീഷ്യയാണ് വിൽബിയനിൽ കാണുന്നത്. ഇത് തന്നെ അപ്പോതീഷ്യയുടെ പല വേരിയേഷൻസ് ആണ്. ഇത് സ്ക്രിപ്റ്റ് ലൈക്ക് എന്ന് പറയും, ഗ്രാഫിക്സ് എന്ന് പറഞ്ഞ ജീനസ് ആണ്. ഇവിടെ അപ്പോതീഷ്യ മോഡിഫൈ ചെയ്തിട്ട് വേർബിലേക്ക് അല്ലെങ്കിൽ ചെറിയ എന്താ പറയുക സ്ക്രിപ്റ്റ് പോലെ അങ്ങനെയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. സോ സ്ക്രിപ്റ്റ് ലൈക്കിന്റെ പേര് ജീനസ് ഗ്രാഫിക്സ്. ദെൻ ഇതാണ് പെരിതീഷ്യ എന്ന് പറയുന്നത്. ജസ്റ്റ് കണ്ടുപോയാൽ മതി, ഇത് പഠിക്കാനില്ല. പെരിതീഷ്യയുടെ സ്ട്രക്ചർ അത് സർഫസിന്റെ ഉള്ളിലോട്ടേക്ക് എംബഡഡ് ആയിട്ടായിരിക്കും, ഫ്ലാസ്ക് ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. പിന്നെ ഇതൊരു അപ്പോതീഷ്യൻ സെക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കാണുന്നുള്ളത്. അതിൽ നമുക്ക് പല ഏരിയാസ് ഉണ്ട്. അതിൽ നമുക്കിവിടെ ഈ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നമുക്ക് സ്പോർ, ആസ്പെസിഫിക് സ്പോറുകളും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പാരാഫൈസിസ് എന്ന് പറഞ്ഞ സ്ട്രക്ചർ കാണാൻ പറ്റും. അത് ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട്. ഇതൊരു മിക്സിംഗ് സ്പീഷീസിന്റെ സെക്ഷൻ ഞങ്ങൾ പ്രിപ്പയർ ചെയ്താണ്, ഇവിടെ ലാബിൽ പ്രിപ്പയർ ചെയ്താണ്. സോ അതിന്റെ സ്പോർ, ഇതിനകത്ത് നമുക്ക് സ്പോർ ഇങ്ങനെയാണ് കാണാൻ പറ്റുന്നത്. ഈ സ്പോർ എന്ന് പറയുന്നത് ഡബിൾ അവർ ഗ്ലാസ് ഷേപ്ഡ് സ്പോർ എന്നാണ്. അത് ആ മിക്സിംഗ് ജീനസിന്റെ ഒരു ക്യാരക്ടറായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇത്
ആസ്കോസ്പോർ, ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ഓഫ് ആസ്കോസ്പോർ. ഓരോ ജീനസിലും ആസ്കോസ്പോറിന്റെ സൈസ്, സ്ട്രക്ചർ, ഷേപ്പ്, കളർ എല്ലാം വേരി ചെയ്യും. വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. ആർമിയിലുള്ള രണ്ട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഇസിഡിയ ആൻഡ് സോറിഡിയ. ഇസിഡിയ എന്ന് പറയുന്നത് സ്മോൾ ഫിംഗർ, എന്താണ് ഒരു മിനിയേച്ചർ ലൈക്കനാണ് ഇസിഡിയ എന്ന് പറയുന്നത്. ഈ ഇസിഡിയ അതിന്റെ സർഫസ്, അതായത് പേരന്റ് ബോഡിയിൽ ഡിറ്റാച്ച് ചെയ്ത് പോയിട്ട് സൂട്ടബിൾ ആയിട്ടുള്ള സർഫസ് വീണ് കഴിഞ്ഞാൽ അവരവിടെ ജർമിനേറ്റ് പുതിയൊരു ഓർഗാനിസം ആയിട്ട് ഡെവലപ്പ് ചെയ്യും. പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ ഇത് കാണാം. സോറിഡിയ. സോറിഡിയ എന്ന് പറഞ്ഞാൽ പൗണ്ടറി ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആണ്, സെയിം ആസ് ദാറ്റ് ഓഫ് ഇസിഡിയ. ഇസിഡിയ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് സോറിഡിയ ആക്റ്റീവ്. അത് പോയി സൂട്ടബിൾ ആയിട്ടുള്ള സർഫസ് വീഴുന്നു, അവിടെ ജർമിനേറ്റ് പുതിയൊരു പൗണ്ടറി അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും. പ്രൊട്ടക്റ്റീവ് കോർട്ടക്സ്. എല്ലാവരും ഓണായിട്ടിരിക്കുന്നു. സ്ട്രക്ചർ വെച്ച് നോക്കിയപ്പോൾ ഇസിഡിയ outgrowth with the cortex used to form algal cells plus hyphae. cortex ഉണ്ടാവില്ല. as a cortex, no cortex, then finger like or part like ആണ്. സോറിഡിയ പൗഡറി ഓർ ഗ്രാനുലർ ആണ്. പിന്നെ മറ്റേ ഇസിഡിയ എന്ന് പറയുന്നത് ബ്രേക്ക് താലസിൽ ബ്രേക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്യും. റിലീസ്ഡ് ഫ്രം സൊറാലിയ. സൊറാലിയ എന്ന് പറഞ്ഞ സ്ട്രക്ചറിൽ നിന്നാണ് സോറിഡിയ പുറത്തോട്ടേക്ക് എക്സ്പെൽ ചെയ്യുന്നത്. ദെൻ റീപ്രൊഡക്ഷൻ ടൈം രണ്ടും അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ വെജിറ്റേറിയൻ റീപ്രൊഡക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഇതാണ് ഇസിഡിയ വേഴ്സസ് സോറിഡിയ. ആദ്യം ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് 4 ഇമേജുകൾ ഇസിഡിയ ആണ്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഇസിഡിയ. ആൻഡ് ഇറ്റ് ക്യാൻ ബി സിലിണ്ടറിക്കൽ, ഗ്ലോബുലാർ, കോർലോയിഡ്, സ്പാർക്കോം എക്സെട്ര. ആൻഡ് ഇറ്റ് ഇസ് then coming സോറിഡിയ will be liable for capitate, marginal and pyramidal spores. Then the last topic is sexual reproduction in Parmelia. Mainly sexual reproduction നടക്കുന്നത് അപ്പോതീഷ്യ എന്ന് പറഞ്ഞ ആ സ്ട്രക്ചർ വെച്ചിട്ടാണ്. It's called as a fruiting body. ഈ അപ്പോതീഷ്യക്ക് നമുക്ക് ഡിസ്ക് ലൈക്ക് ഓർ കപ്പ് ഷേപ്പ് സ്ട്രക്ചർ ആയിരിക്കും. ഫോംഡ് ഓൺ ദ അപ്പർ സർഫസ് ഓഫ് താലസിന്റെ മേളിൽ ഫോം ചെയ്യുന്ന സ്പെഷ്യൽ സ്ട്രക്ചേഴ്സ് ആണ് അപ്പോതീഷ്യ എന്ന് പറയുന്നത്. പെരിനീഷ്യ എന്ന് പറഞ്ഞു അത് വേറെ ടൈപ്പ്, അത് രണ്ട് ഡിഫറെന്റ് ആണ്. പെരിനീഷ്യ കൂടുതലും സർഫസിന് ഉള്ളോട്ടേക്ക് എംബഡഡ് ആയിരിക്കും. ഇത് പുറത്തോട്ടേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. സർഫസിൽ നിന്ന് പുറത്തോട്ടേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കും. ഈ പാർട്സ് ഓഫ് അപ്പോതീഷ്യ എന്ന് പറയുന്നത് മെയിൻലി ഡിസ്ക് ഉണ്ട്. തലൈൻ മാർജിൻ, ഹൈമീനിയം, ആസൈ ആൻഡ് പാരാഫൈസിസ്. അതിൽ ഫസ്റ്റ് ഡിസ്ക് എന്ന് പറയുന്നത് ഓപ്പൺ ഫ്ലാറ്റ് ഓഫ് കോൺകേവ് സർഫസ് ബ്രൗൺ ടു ബ്ലാക്ക് ഇൻ കളർ. ഈ കാണുന്ന ഇതിനെയാണ് നമ്മൾ ഡിസ്ക് എന്ന് പറയുന്നത്. ഈ ഡിസ്ക് കഴിഞ്ഞ് ഈ പറയുന്നത് തലൈൻ മാർജിൻ അല്ല റിംഗ്. ഇതെന്ന് പറയുന്നത് ഈ സൈഡിൽ കൂടെ കാണുന്ന ഒരു ചെറിയ വൈറ്റ് ലെയർ, അത് ആ ലൈക്കൻ താലസിന്റെ കളറുമായിട്ട് അതേപോലെ തന്നെ കാണപ്പെടുന്ന ഒരു ഇതാണ് റിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ തലൈൻ മാർജിൻ. Then we have hymenium. Hymenium will be the inner fertile layer where the aasay develops. ഈ ആസയും ആസ്കോസ്പോറൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ റീജിയനെ നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് ഹൈമീനിയം. ദെൻ അവിടെ ആസയ ഉണ്ടാവുന്നു. ഈ ആസയുടെ ഉള്ളിൽ നമുക്ക് ആസ്കോസ്പോർസ് ഉണ്ടാവും, യൂഷ്വലി 8 in number. ദെൻ പാരാഫൈസസ് ഇതിന്റെ ഇടയ്ക്ക്, അതായത് ആസ്കസിന്റെ പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് ആസ്കസിന്റെ ഇടയിൽ കൂടെ കാണുന്ന ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ പാരാഫൈസസ് എന്ന് വിളിക്കുക. പാർമീലിയയിൽ കാണപ്പെടുന്ന ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അപ്പോതീഷ്യ പാർമീലിയയുടെ ലൈക്കൻസിൽ കാണപ്പെടുന്നു. ചെറിയ ചെറിയ വേരിയേഷൻസ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അപ്പോതീഷ്യത്തിന്റെ സെക്ഷൻ എന്തൊക്കെ സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. ഇവിടെ ഹൈമീനിയം കാണുന്നുണ്ട്, ഈ ഹൈമീനിയം ലെയർ ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ആസൈ ഉണ്ട്, ഈ ആസൈയുടെ ഉള്ള ആസ്കോസ്പോർസ് കാണാം. ഇതിനിടയിലുള്ള കാണപ്പെടുന്ന സ്ട്രക്ചറിനെ പാരാഫൈസസ് എന്ന് വിളിക്കും. ആക്ച്വലി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് ദ ആസ്കസ് ആൻഡ് ദ ആസ്കോസ്പോർ. റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ലൈക്കന്റെ താലസിൽ കാണുന്ന 2 റീപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ട്. ഒന്ന് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ, ഒന്ന് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ ആണ് സ്പെർമഗോണിയ എന്ന് വിളിക്കും. It will produce spermagonium and intact spermagonium produces spermatia അല്ലെങ്കിൽ male cells. Then carpogonium എന്ന് പറഞ്ഞ ഫീമെയിൽ ഓർഗൻ ആണ്. കാർപ്പോഗോണിയത്തിൽ ഉണ്ടാകുന്ന സ്ട്രക്ചേഴ്സ് ആസ്കോഗോണിയം അല്ലെങ്കിൽ ട്രൈക്കോഗൈൻ. യൂഷ്വലി ട്രൈക്കോഗൈൻ വഴിയാണ് എന്താ പറയുക നമ്മുടെ മെയിൽ ന്യൂക്ലിയൈ ഫീമെയിൽ സ്ട്രക്ചറിലേക്ക്, അതായത് ആസ്കോഗോണിയത്തിലോട്ടേക്ക് എൻ്റർ ചെയ്യുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫെർട്ടിലൈസേഷൻ ആണ്. Usually the spermatia which are produced in the spermagonium will comes in contact with the trichogae. Trichogae എന്ന് പറഞ്ഞാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിലുള്ള പുറത്തോട്ടേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചറിലേക്ക് വന്നിട്ട് എന്താ പറയുക നമ്മുടെ സ്പെർമേഷ്യ കോൺടാക്ട് ചെയ്തു, അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നു. ഈ പറഞ്ഞ ട്രൈക്കോഗൈൻ്റെ ട്രൈക്കോഗൈൻ്റെ വാളും സ്പെർമേഷ്യത്തിൻ്റെ വാളും തമ്മിൽ
എന്താ പറയുക ഡിസോൾവ് ആവുന്നു. Then the spermation content will move to the trichogene. Through the trichogene it will reach the ascogonium. Then the fertilization occurs. ഈ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ പറയുന്നത് ചേഞ്ചസ് ഇൻ ദ കാർഗോഗോണിയം. അത് ഗ്രാജുവൽ വെതറിംഗ് ഓഫ് ദ ട്രൈക്കോഗെയിൻ വിൽ ബി ഹാപ്പനിങ്. ഡെവലപ്മെന്റ് ഫുള്ളി ബ്രാഞ്ച്ഡ് ആസ്കോജീനസ് ഹൈഫേ ഫ്രം ദ ആസ്കോഗോണിയം. ഈ ഒരു പിക്ചർ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് അപ്പോതീഷ്യം എന്ന് പറയുന്നത്. ഈ അപ്പോതീഷ്യത്തിൽ നിന്ന് ആസ്കസിലുള്ള സ്പോർസ് ഉണ്ടാവുന്നു. സ്പോർ വരുന്നു. സ്പോർ വന്ന് ജെർമിനേറ്റ് ചെയ്യുന്നു. സ്യൂട്ടബിൾ ആയിട്ട് ഒരു ഫംഗൽ ഹൈഫേ ഫോം ചെയ്യുന്നു. സ്യൂട്ടബിൾ ആയിട്ട് ആൽഗെ അവരുമായിട്ട് കോൺടാക്റ്റിൽ വരുന്നു. ലൈക്കനൈസേഷൻ will happen. Then the thalassus form. Sexual cycle വരുന്നത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ വരും. Then again ഇവിടെയാണ് ഈ പറഞ്ഞ ആ പ്രോസസ്. Spermation വരുന്നുണ്ട്. Spermation. Then we have ascogonia. Then we will have spermation. Then ascogonia. ഇത് രണ്ടും ഫ്യൂസ് ചെയ്യുന്നു. Again small apposition division ഫോം ചെയ്തു. ഈ small apposition division ഡെവലപ്പ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കാണുന്ന ഏറ്റവും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു apposition മാറും. ഇത് വേറൊരു റെപ്രസെന്റേഷൻ ആണ്. ആസ്കോസ്പോ ഇവിടെ നമുക്ക് ലൈക്കിന്റെ താലസ് ഉണ്ട്. താലസിൽ അപ്പോതീഷ്യം ഉണ്ടാവും. അപ്പോതീഷ്യയുടെ ഉള്ളിൽ നോക്കി പറഞ്ഞ സ്ട്രക്ചേഴ്സ് സ്പോർ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ സ്പോർ ആസിഡിലാണ്. സ്പോർ വരുന്നു. സ്പോർ ലൈക്ക് ജെർമിനേറ്റ് ചെയ്യുന്നു. ആകെയായിട്ട് കോണ്ടാക്റ്റ് വരുന്നു. ലൈക്കനൈസേഷൻ ഹാപ്പൻസ്. ഫോംസ് ആൻഡ് ന്യൂക്ലി ലൈക്കൻ താലസ്. പിന്നെ ഇതിനകത്ത് ലാസ്റ്റ് ആയിട്ട് പറയാൻ സംഭവങ്ങളുണ്ട്. ഇന്ത്യയിൽ നടക്കുന്ന ലൈക്കോളജിക്കൽ റിസർച്ച് മെയിൻലി ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ലൈക്കൻ്റെ റിസർച്ച് നടക്കുന്നത്. CSIR, NPR, ലക്നൗ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെയാണ് ലൈക്കൻ്റെ സെൻറ്റർ കാര്യങ്ങൾ. ലൈക്കൻ്റെ മെയിനായിട്ട് വർക്ക് നടക്കുന്നത് CSIR, NPR, ലക്നൗവിലാണ്. BSI സദേൺ സർക്കിൾ പോയിട്ട് അവിടെ ലൈക്കൻസിൻ്റെ റിസർച്ച് നടക്കുന്നുണ്ട്. KCST കേരള PG തൃശ്ശൂർ അവിടെ ലൈക്കൻസിൻ്റെ റിസർച്ച് കാര്യങ്ങൾ പിന്നെ ഇവിടെ മഹാരാഷ്ട്ര കോളേജിൽ നമുക്ക് ഒരു ലൈക്കൻ ലാബുണ്ട്. അതായത് ഞങ്ങൾ കാണാറുണ്ട് ഇവിടുത്തെ ലാബ്. പിന്നെ ലാബിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിൽ സോഫാർ വി ഹാവ് ഡിസ്കവേർഡ് 5 new lichen species. അതിൽ 3 പബ്ലിഷ്ഡ് ആണ്. 8 waiting to get published. Then we have several new reports for the India and Kerala. Published more than 20 research papers. ഇതൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്ന ന്യൂ സ്പീഷീസുകളാണ്. ഇറ്റ്സ് ആക്ച്വലി പാർമോട്രിമ സ്പീഷീസ്. പാർമോട്രിമ സഹ്യാതിരിക്കം. ഈ ഡേറ്റ് സഹ്യാതിരിക്കം ബേസ് ഓൺ റെഫറൻസ് വെസ്റ്റേൺ ഗൾഫിൽ കാണപ്പെടുന്നുണ്ട്. നമ്മളതിനെ സ്പീഷീസിനെ സഹ്യാതിരിക്കം എന്ന് വിളിച്ചു. സോ അതാണ് കാണുന്നത്. 2022 പബ്ലിഷ് ആയതാണ്. And again recently 2024 നമ്മൾ പബ്ലിഷ് ചെയ്തൊരു പേപ്പറാണ്. അത് എരകുളം നാഷണൽ പാർക്കിൽ നിന്ന് കിട്ടിയൊരു ലൈക്കാണ്. സോണോപ്സോറ റൈസോമോർഫ എന്ന് പറയും. റൈസോമോർഫ എന്നാണ് നമ്മൾ അതിൻ്റെ സ്പീഷീസിന് പേരിട്ടത്. അതിന് റൈസിൻസ് ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള കുറച്ച് റൈസിൻസ് കണ്ടുകൊണ്ട് നമ്മൾ അതിനെ റൈസോമോർഫ എന്നുള്ള പേരിട്ട് വിളിച്ചു. ഇറ്റ്സ് ആക്ച്വലി എ മൈക്രോലൈക്ക് അസ്ട്രോസ്പോർ. Then again we have a new species Volia cadensis. It's reported from Adigattan-Chola National Park. And it's also a new species that is reported from Mala. And here you can see different new reports and new reports to the country and state. Here also you can see Allographa cinereis actually reporting for the first time from India. And here also you can see some new records of first of lichens. Finally, I am concluding my talk with the famous word by B. Bryson in his book A Short History of Nearly Everything. He described lichen as consider the lichens are just about the hardest visible organism on Earth, but the least ambitious.